കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ ഞാനും സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിൽ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്ന കൂടെ ഈ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ഏറെ അനുഗ്രഹമായി ഭവിക്കട്ടെ. ഓരോരോ വിഷയങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് തിരുസന്നിധിയിൽ വരുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ദൈവത്തോട് ഞാനും എന്നും എന്ന വണ്ണം ഇന്നും പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്നവരെ സ്നേഹിച്ചും കരുതിയും വാത്സല്യച്ചും ദൈവം ഇന്ന് പരിപാലിച്ച് ഈ സന്ദേശത്തിലൂടെ ഈ ശുശ്രൂഷയിലൂടെ ഒത്തിരി പേരെ ദൈവമായ കർത്താവ് സ്നേഹിച്ച് കരുതി ചേർത്ത് നിർത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പക്ഷം നാം ഒരുമിച്ച് അതിപ്രധാനമായിരിക്കുന്ന ഒരു ആത്മീക സന്ദേശത്തിലേക്ക് കടക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആധാരമായി എഫെസ് ലേഖനത്തിലെ ഒത്തിരി പരിചയമുള്ള 2-3 വാക്യങ്ങൾ വായിച്ച് നമുക്കതിലൂടെ ഒരു ആത്മീക സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. എഫെസ് ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ദയവായി നിങ്ങൾ ബൈബിൾ നിവർത്തി ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരവാക്യങ്ങളായിരിക്കാൻ വാക്യങ്ങൾ ബൈബിൾ തുറന്ന് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എഫെസ് ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെ. അങ്ങനെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലും വ്യാപരിച്ചു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിന്റെ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും യേശുവിന്റെ കാൽ കീഴാക്കി വെച്ച് യേശുവിനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്കുകൾ അന്തർലീനമായിരിക്കുന്ന വേദഭാഗമാണ് എഫേസോസ് സഭയോട് പൗലോസ് ദൂതായി തൻ്റെ ലേഖനത്തിനകത്ത് ഈ കാര്യങ്ങളെ പരാമർശിക്കുമ്പോൾ എഴുതപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, മരണാനന്തരം അരിമത്തിയിലെ യോസേപ്പിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ക്രിസ്തുവിൻ്റെ പ്രസ്താവന ദൈവത്തിൻ്റെ പൂർവ്വകാല പദ്ധതി, അത് നിറവേറ്റപ്പെട്ട സംഭവം പൗലോസിൻ്റെ തനതായ ഭാഷയിൽ സഭയ്ക്ക് എഴുതുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നത് സുവിശേഷകന്മാർ എഴുതിയിട്ടുണ്ട്. കല്ലുരുട്ടി മാറ്റി, പിന്നെ സ്തോത്രം ദൂതൻ വന്നകത്തിരുന്നു എന്നൊക്കെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. എന്നാൽ സുവിശേഷങ്ങളിൽ കാണാൻ കഴിയാത്ത കാര്യം പൗലോസ് കുറച്ചുകൂടെ ആത്മീകമായി വിശദീകരിച്ചെഴുതുകയാണ്. കല്ലുരുട്ടി മാറ്റിയത് ദൂതനാണെന്ന് സുവിശേഷകന്മാർ എഴുതിയിട്ടുണ്ട്. പക്ഷെ യേശുവിനെ ഉയർപ്പിച്ചത് ദൂതനല്ല, യേശുവിനെ ഉയർപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് പൗലോസാണ് എഴുതിയത്. സ്തോത്രം. അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പരാമർശിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പൗലോസ് എഴുതുമ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് വ്യാപാരശക്തി, വ്യാപരിക്കുക. സ്തോത്രം. മോളിൽ എഴുതിയിട്ടുണ്ട് വ്യാപാരത്താൽ വ്യാപരിക്കുന്ന സ്തോത്രം, ശക്തിയുടെ അളവറ്റ വലിപ്പം, അങ്ങനെ വ്യാപാരശക്തി എന്നൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ മോളിൽ കാണാൻ കഴിയും. അങ്ങനെ അവനിലും വ്യാപരിച്ചു. ഏകദേശം പൗലോസിന്റെ എഴുത്തുകളിൽ 19 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ പരാമർശിക്കുന്നിടത്ത് വ്യാപരിക്കുക, വ്യാപരിച്ചു, വ്യാപരിക്കുന്ന ശക്തി എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. വ്യാപരിക്കുക എന്ന വാക്ക്. സ്തോത്രം. പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഭയങ്കരമായ പ്രവൃത്തികളെക്കുറിച്ച് ലേഖനങ്ങൾക്കകത്ത് വളരെ ശക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ലേഖനങ്ങളിൽ ഒരു പ്രധാന വിശേഷ പൗലോസിന്റെ ഒരു പ്രധാന പ്രയോഗമാണ് ആത്മവ്യാപാരം എന്ന പദം. വ്യാപരിക്കുക എന്നുള്ള വാക്കിന് ചില വേദശാസ്ത്രന്മാർ വിശദീകരണം കൊടുത്തിരിക്കുന്നത് ആക്ടിവേറ്റ് ആകുക എന്നാണ്. ആ സംഭവത്തെ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആകുക. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കേൾക്കുകയല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പാട്ട് പാടുകയല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബൈബിൾ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുകയല്ല. പരിശുദ്ധാത്മാവ് വിഷയങ്ങളിൽ നമ്മളിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ പല വിഷയത്തിൻ്റെയും പരിധികളെ പൊട്ടിച്ച് പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. സ്തോത്രം. അതാണ് തത്വത്തിൽ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യേശുവിൽ വ്യാപരിച്ച, അരിമത്തിയിലെ യോസേപ്പിന്റെ കല്ലറയ്ക്കകത്ത് യേശുവിനെ ഉയർപ്പിക്കാൻ വേണ്ടി വ്യാപരിച്ച ദൈവാത്മശക്തിയുടെ ആ വലിയ പ്രവൃത്തിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ശക്തി തന്നെ നമ്മളിലും വ്യാപരിക്കുമെന്നാണ് പൗലോസ് ഇവിടെ സ്ഥാപിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നൊക്കെയല്ലേ സ്തോത്രം എഴുതിയിരിക്കും. 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ എളുപ്പമാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാട്ടെഴുതാനും പാട്ട് പാടാനും എളുപ്പമാണ്. പക്ഷെ പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കൃപ തരണമെന്നല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ദൈവമേ എനിക്ക് ഇച്ചിരിയോടെ ജ്ഞാനം തരണമെന്നല്ല, പിന്നെ ഈ ജനത്തിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ചുമ്മാ ഇരിക്കുമ്പോൾ ആത്മാവ് വ്യാപരിക്കത്തില്ല എന്ന് പ്രഥമദൃഷ്ടിയാൽ നമുക്ക് ഈ വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു.
സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ വിലപ്പെട്ട സമയം ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കില്ല. ചുമ്മാ ഒരു വിഷയമില്ലാതെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയല്ല, എന്തെങ്കിലും തന്നെ പിന്നെയും പറഞ്ഞത് പറയുകയല്ല. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇവരുടെ ഇടയിൽ ആത്മാവ് വ്യാപരിക്കണമേ, ഇവർ ഓരോരുത്തരുടെ മേൽ ആത്മാവ് വ്യാപരിക്കണമേ, ഇവർ സഭായോഗം കൂടുമ്പോൾ ആത്മാവ് വ്യാപരിക്കണമേ, ഇവർ കൂട്ടായ്മയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ആത്മാവ് വ്യാപരിക്കണമേ, ഇവരുടെ കുടുംബ പ്രാർത്ഥനയിൽ ആത്മാവ് വ്യാപരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിന്ന് പ്രഥമ ദൃഷ്ടിയാ ഞാൻ ഇങ്ങനെ പറയാം, പ്രാർത്ഥിച്ചാൽ ആത്മാവ് വ്യാപരിക്കും. പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിച്ചാൽ, ചോദിച്ചാൽ ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിൽ വ്യാപരിപ്പാനായിട്ട് അനുവദിക്കും. നിങ്ങൾ ഒത്തിരി വർഷങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ, പലരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച വിഷയങ്ങൾ ഏതെങ്കിലും ഇന്നും കല്ലുരുണ്ട് മാറാതെ, മുദ്ര പൊട്ടാതെ, പുറത്തു വരാതെ, ശീലകൾ ചുറ്റപ്പെട്ട് അകത്ത് ജീർണിച്ച് കിടക്കുന്നത് പോലെ, സ്തോത്രം, നമ്മുടെ വിഷയമാട്ടോ, യേശു ജീർണിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല, അവൻ ദ്രവത്വം കണ്ടിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് വേദപുസ്തകത്തിൽ. അങ്ങനെ ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ വീടിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ കാലുകുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ പായൽ ഒരുമിച്ചിരിക്കണം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പൗലോസ് എഫേസോസ് പട്ടണത്തിലെ കൊച്ചു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ വീടിനകത്ത് ദൈവാത്മാവ് വ്യാപരിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് ദൈവാത്മാവ് വ്യാപരിക്കണം, ശരീരത്തിൽ ദൈവാത്മാവ് വ്യാപരിക്കണം. അങ്ങനെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ചിന്തകളെ പൊളിച്ച്, പരിമിതികളെ പൊളിച്ച്, മനുഷ്യന്റെ ആശയങ്ങളെ പൊളിച്ച്, സാത്താനും കൂട്ടരും ചെയ്തു വെച്ച സീല് വെച്ച വിഷയങ്ങളെ പൊളിച്ച് ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഭയങ്കരമായ ദൈവപ്രവൃത്തികൾ ആത്മാവിനാൽ തന്നെ സംഭവിക്കും. 2025 ആദ്യത്തെ മാസത്തെ ആദ്യത്തെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ദൈവദാസൻ നിങ്ങളോടൊരു ദൂത് പറയുന്നതിനേക്കാൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു പാട്ട് പാടുന്നതിനേക്കാൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ഒരു ക്ലാസ് നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ, ചില കാര്യങ്ങൾ കല്ലറയ്ക്കകത്ത് വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാ ശക്തി, പൗലോസിന്റെ പ്രത്യേക പ്രയോഗം ഞാൻ ഒന്നോടെ പറയാം, വ്യാപരിക്കണം, വ്യാപരിക്കണം, വ്യാപരിക്കണം. നിങ്ങൾ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിന്റെ ഉള്ളിൽ നിങ്ങളൊരു ദൈവദാസനാണെങ്കിൽ നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണം, നാഥ ഞാൻ ഒരു ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഞാൻ വേദപുസ്തകം തുറന്ന് ജനത്തോട് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവേ അങ്ങ് വ്യാപരിക്കാൻ തുടങ്ങണമേ. ആക്ടിവേറ്റ് ആകുക എന്നാണ് വാക്കിന്റെ അർത്ഥമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചില വ്യാഖ്യാതാക്കൾ എഴുതിയിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ആത്മാവ് ആക്ടിവേറ്റ് ആകുമ്പോൾ, ഹല്ലേലൂയ, ഒതുങ്ങിക്കിടക്കുന്ന, പതുങ്ങിക്കിടക്കുന്ന, ഇടിച്ചു നിൽക്കുന്ന ചില വിഷയങ്ങൾ, കെട്ടപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ, ശുശ്രൂഷിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ അല്ല, ഞാൻ വിശ്വസിക്കുന്നു ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ തീരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിനകത്ത് സ്വന്തം മരിച്ചുപോയ സെല്ലുകളെ പോലും ജീവിപ്പിക്കാൻ കഴിവുള്ള പരിശുദ്ധാത്മ വ്യാപാരം തന്നെ നടക്കണം. ആത്മവ്യാപാരം വേദപുസ്തകത്തിലെ ഏറ്റവും ഈടുറ്റ പ്രസംഗ വിഷയമാണ് ആത്മവ്യാപാരം. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ആത്മവ്യാപാരത്തെക്കുറിച്ചൊരു നീണ്ട പ്രസംഗത്തിനോ ക്ലാസ്സിനല്ല, ഞാനൊരു 3-4 വാക്യങ്ങൾ, ഒരു 4-5 ഭാഗങ്ങൾ എന്നും പറയുന്നത് പോലെ ഒരു 4-5 തെളിവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ ഒരൊറ്റ ഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ തന്ന സമയം ദൈവകൃപയാൽ പറഞ്ഞു തീർക്കാം. പക്ഷേ ഈ തെളിവുകൾ 3-4 സ്ഥലങ്ങളിൽ ഞാൻ തെളിവ് കൊണ്ടിരുന്നത് നിങ്ങൾ വിശ്വസിക്കണം, നമ്മൾ വിശ്വസിക്കണം. ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടല്ല, പലയിടത്തും അത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു 4-5 തെളിവെങ്കിലും ദൈവമക്കളുടെ നിലവിൽ കൊണ്ടുവരുന്നത്. ഞാൻ കൊണ്ടുവരാം. ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ആത്മാവിന്റെ ഇടപെടലുകൾ തുടങ്ങിയാൽ, അതുവരെ ഉണ്ടായിരുന്ന അതിരുകളെ പരിശുദ്ധാത്മാവ് പൊളിച്ചു കളയും. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പകല് ശുശ്രൂഷിക്കാൻ വേണ്ടി എനിക്ക് നിയോഗം കിട്ടിയപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞത് ഇതാണ്: ജനുവരി മാസത്തിലെ പവർ വിഷന്റെ ഉപവാസ പ്രാർത്ഥനയിൽ നാളുകളായി ശത്രു വിട്ടിരിക്കുന്ന അതിരുകൾ എൻ്റെ ആത്മാവിനെ അയച്ച് ഞാൻ പൊളിച്ചു കളയും. അത് ദൈവാത്മാവ് നിന്റെ വീട്ടിലാണെങ്കിലും, നിന്റെ ശരീരത്തിലാണെങ്കിലും, നിന്റെ സാമ്പത്തികത്തിലാണെങ്കിലും, മക്കളുടെ കാര്യത്തിലാണെങ്കിലും അതിരിട്ട് നിശ്ചയിക്കാൻ ആരെയും ദൈവം അനുവദിക്കത്തില്ല. ദൈവിക ഇടപെടലുകൾ പല വിഷയത്തിന്റെ അതിരുകളെ പൊളിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം സ്വർഗം ചില അതിരുകൾ നമുക്ക് വേണ്ടി ഇടും. അതല്ലാതെ മനുഷ്യനോ അന്ധകാര ശക്തിയോ, ഇവിടുത്തെ ബുദ്ധിമാന്മാരോ, ഇവിടുത്തെ ദുരാത്മ സേനകളോ ഏതെങ്കിലും അന്ധകാരത്തിന്റെ കോട്ടകൾ ഇവിടെ കെട്ടി ഒതുക്കി നിന്നെ, നിന്റെ കുടുംബത്തെ അതിര് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് കയറി അതിരുകളെ പൊളിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അതിര് ശവക്കുഴിയാണ്. അവിടെയാണല്ലോ ഇപ്പോൾ കർത്താവ് കിടക്കുന്നത്. ശവക്കുഴി എന്ന് പറഞ്ഞത് യോസഫിൻ്റെ കല്ലറയാണ്. കല്ലറ ഒരു അതിരാണ്, അവിടെ വരെ അദ്ദേഹം ഉള്ളൂ. സെമിത്തേരി പോകുമ്പോൾ സ്തോത്രം, കുഴിമാടത്തിൻ്റെ തലക്കൽ കുത്തി നിർത്തിയിരിക്കുന്ന കല്ലിലോ കല്ലറയുടെ മുകളിലെ സ്ലാബിലോ സ്തോത്രം ഒരതിര് എഴുതിയിട്ടുണ്ടായിരിക്കും. ജനനം, മരണം എന്നുള്ളത്. സ്തോത്രം, ജനിച്ച തീയതിയും വലതുവശത്ത് മരിച്ച തീയതിയും. മരിച്ച തീയതി ഒരു അതിരാണ്. അവിടെ കൊണ്ട് അയാൾ തീർന്നു. ശവക്കുഴി ഒരു അതിരാണ്, അതിനപ്പുറത്തേക്കില്ല. ശവക്കുഴി എന്ന അതിരിനപ്പുറത്തേക്ക്, കല്ലറ എന്ന അതിരിനപ്പുറത്തേക്ക് മരുന്നിന് പ്രവർത്തിക്കാനില്ല, പണത്തിന് പ്രവർത്തിക്കാനില്ല, സ്നേഹത്തിനോ ബന്ധങ്ങൾക്കോ ഒന്നും പ്രവർത്തിക്കാനില്ല, ടെക്നോളജികൾക്കൊന്നും പ്രവർത്തിക്കാനില്ല. എന്നാൽ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു, ശവക്കുഴി എന്ന അതിരിനപ്പുറം പ്രവർത്തിപ്പാൻ ഒരു ശക്തി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് മാത്രമാണ്. ഉടബാല സഖനാദിയ,
ഉണ്ട്. കർത്താവ് പഴയ നിയമത്തിൽ എഗസ്കേലിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജനത്തെ നിങ്ങൾ ശവക്കുഴിക്കകത്തിട്ട് പൂട്ടിയാലും ഞാൻ ശവക്കുഴി തുറന്ന് അവരെ പുറത്തു കൊണ്ടുവരും. ഈ പകൽക്കാലം നിന്റെ ശവക്കുഴി അതിരായി നിശ്ചയിച്ച് അതിനപ്പുറത്തേക്ക് നീ ഇല്ലെന്ന് പറഞ്ഞ് നിന്നെ അതിനകത്ത് അടച്ചു പൂട്ടി സീൽ ചെയ്താലും ആ അതിര് പൊളിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ എത്തേണ്ടിടത്ത് എത്തിക്കും. അതല്ലേ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട. ആത്മാവ് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ വീണ്ടും സജീവമാക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് 1000 പ്രസംഗമെങ്കിലും പൗരുഷനിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുറച്ച് നാളുകളായി. എന്നാൽ ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നത്, ആത്മാവിന്റെ ഇടപെടലുകൾ അതിരുകൾക്കപ്പുറത്തേക്ക്, ചില അതിരുകളെ ഭേദിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതിരുകളിനപ്പുറത്തേക്ക് ദൈവം കടത്തിവിടും. ഇവിടെ പരിശുദ്ധാത്മാവ് ശവക്കുഴി കൊണ്ട് തീർന്നു. അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചാണ് പോയത്. യേശുവിനെ ക്രൂശിച്ച ആളുകൾ. തീർന്നു, യേശു തീർന്നു, സ്തോത്രം എന്ന് വിചാരിച്ചു. ഈ ശിഷ്യന്മാർ പോലും കർത്താവ് തീർന്നു എന്ന് വിചാരിച്ചവരാണ്. അതുകൊണ്ടാണല്ലോ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരൊക്കെ അവരൊത്തിരി പ്രതീക്ഷിച്ചിരുന്നു, ഇനി പിന്നെ ഇവിടെ നിന്നിട്ട് കഥയില്ല എന്ന് പറഞ്ഞ കാര്യം എന്താ? ഈ അതിരിനപ്പുറത്തേക്ക്, ശവക്കുഴി എന്ന ക്രൂശ് എന്ന അതിരിനപ്പുറത്തേക്ക് ഇനി അവരുടെ അരുമനാഥനില്ല, കർത്താവിനെ കൊണ്ട് ഇനി സ്തോത്രം പ്രയോജനമില്ല എന്നൊരു തോന്നൽ അവർക്ക് വന്നതുകൊണ്ടാണല്ലോ അവരെ യെരൂശലേം വിട്ടത്. പത്രോസത്തിനെ പടക്കം വല എടുത്തുകൊണ്ട് പിന്നെയും 5-6 പേരെ വിളിച്ചുകൊണ്ട് തിബ്രിയാസ് കടലിലേക്ക് പോയത്. സ്തോത്രം, 3.5 കൊല്ലമായിട്ട് ഇങ്ങനെ അവധി കൊടുക്കില്ലായിരുന്നു കർത്താവ്. അതുകൊണ്ട് വീട്ടിൽ വിടത്തില്ലായിരുന്നു. ഒരു പരിപാടി, ഈ പ്രാർത്ഥനയും പാട്ടും മാത്രമായിരുന്നു. യേശു പോയതോടുകൂടി ഇനി സ്തോത്ര പഴയ പരിപാടി ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടി വല വീശാൻ വേണ്ടി പോയതല്ലല്ലോ. പിന്നെ എന്തിനാ പോയത്? സ്തോത്രം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. പത്രോസിന്റെ മനസ്സിനകത്ത് വലിയൊരു അതിര് വന്നു. എന്താ അതിര്? യേശു പോയി, ഇനി ഈ മാർഗത്തിന് നിലനിൽപ്പില്ല. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം മനക്കോട്ടയ്ക്കകത്ത് പലരുടെ ഉള്ളത്തിന്റെ ഉള്ളിനകത്ത് ക്രൂശിലിട്ട് അതിര് നിശ്ചയിച്ച, അരിമത്തിയുടെ യോസേപ്പിന്റെ കല്ലറയ്ക്കകത്തിട്ട് അതിര് നിശ്ചയിച്ച, ഉരുട്ടിവെച്ച പാറക്കല്ലിന്റെ മേൽ അതിര് നിശ്ചയിച്ച, റോമൻ ഇമ്പീരിയൻ മുദ്ര വെച്ച് അതിര് നിശ്ചയിച്ച, യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് പെരുവിരൽ മുതൽ തലവരെ ഉരിഞ്ഞു ചുറ്റിയ ആ വലിയ റൂമാല് കൊണ്ട് അതിര് നിശ്ചയിച്ച അതിരുകളെ പൊളിച്ച് പുറത്തു കൊണ്ടുവന്ന് ഞാൻ ജീവിക്കുന്നു എന്ന് 2 കൈയും ഉയർത്തി അടച്ചിട്ട മുറിക്കകത്ത് കയറി വന്ന് അതിര് പൊളിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മനസ്സിനകത്ത് പ്രാർത്ഥിച്ചിട്ട് ഇനി കഥയില്ല, കരഞ്ഞിട്ടും കണ്ണുനീരിനും വിലയില്ല, ഇനി ഞാൻ ശ്രമിച്ചിട്ട് കഥയില്ല, ഇനി ദൈവദാസന്മാരെ കണ്ടിട്ടും വിളിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും രക്ഷയില്ലെന്ന് പറഞ്ഞ് അതിര് നിശ്ചയിച്ച് റൂമാല് ചുറ്റിയ വിഷയങ്ങളെ ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എന്നെ പോലത്തെ ഒരു ദൈവദാസനല്ല, നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ആ നിരാശാജനകമായ പലരെയും പുറകോട്ട് നയിച്ച, പലരെയും ആയുധം വെപ്പിച്ച, പലരും നിരാശപ്പെട്ട് പുറകോട്ട് പോയ ആ വിഷയത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ, യേശുവിനെ ഉയർപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞു. അപ്പൊ ഇവിടത്തെ ഒരു അതിരുണ്ടായിരുന്നു. ആ അതിരിന് ബലഹീനതയുടെ മഹാശവക്കൊടിയുടെ അതിരിനപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് വന്നതോടുകൂടെ അതിരുകളെ ഭേദിച്ച് അപ്പുറത്തേക്ക് കടന്നു. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് വന്ന് ഉയർപ്പിച്ചിട്ട് അവസാനം 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവനെ സഭയ്ക്ക് കൊടുത്തു. ഞാൻ ആ വാക്ക് ഇന്ന് ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഞാൻ അത് തന്നെ ഒരു സഭാഗത്തിൽ, വീട്ടിലെ സഭാഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. സഭയ്ക്ക് കിട്ടിയ യേശു എന്ന തലക്കെട്ടിൽ ഇന്നും ആ പ്രസംഗം യൂട്യൂബിൽ കാണും. ഇന്ന് ഞാൻ വീണ്ടും ആ ഭാഗം വായിച്ചപ്പോൾ, സ്തോത്രം, ഇന്നും ആ ഭാഗം വീണ്ടും വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തുവിനെ കഴിഞ്ഞ 3.5 കൊല്ലമായി ഒരുപാട് പേർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി പേർ യേശുവിനെ വന്ന് വിളിച്ചപ്പോൾ യേശുവിനെ ആർക്കും വിട്ടുകൊടുക്കാതെ, യേശുവിൻ്റെ ഫോൺ നമ്പർ കൊടുക്കാതെ, ഫോൺ നമ്പർ ഇല്ല, അങ്ങനെയൊക്കെ ഒരു പ്രവണതയുണ്ടല്ലോ. സ്തോത്രം, ഇന്നത്തെ കാലം. അതുപോലെ ആരുടെയും വീട്ടിൽ പോകാതെ ഇല്ല, യേശുവിനെ വന്ന് വിളിച്ചു. ഒരു കബർനഹൂമിലെ ശതാധിപൻ വന്ന് വിളിച്ചു. യേശു പറഞ്ഞു, ഞാൻ വരാം, കൂടെ പോകാൻ തയ്യാറായി. അങ്ങോട്ട് എത്തിയപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ പുരക്കകത്ത് വരാൻ നീ യോഗ്യനല്ല, അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആര് വിളിച്ചാലും യേശുവിനെ കിട്ടുമായിരുന്നു. യായിറോസ് യേശുവിനെ വിളിച്ചു. യേശുവിനെ നോക്കിയിട്ട്, നീ ആ പള്ളി പ്രമാണിയല്ലേ, നീ ഞങ്ങളുടെ സഭക്കാരൻ, എന്നെ വരികയല്ല എന്ന് യേശു പറഞ്ഞില്ല. യേശുവിന്റെ കൂടെ പോയി. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ കിട്ടി. അവൾ വാരിക്കേറി പിടിച്ചു. കിട്ടിയത് വസ്ത്രത്തിന്റെ തൊങ്ങലിലാണെങ്കിലും അവൾക്ക് യേശുവിനെ കിട്ടി. അങ്ങനെ ഒത്തിരി പേർക്ക് യേശുവിനെ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ യഹൂദന്മാരെല്ലാരും കൂടി റോമൻ സർക്കാരിന്റെ പിന്തുണയും പിശാചിന്റെ ആ വലിയ ഹുങ്കാരം കൂടി ചേർന്ന് കല്ലറക്കകത്ത് ഇനി യേശുവിനെ ആർക്കും കിട്ടാതിരിക്കാൻ അവനെ സീല് വെച്ചതാണ്. പൗലോസിനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചു, ആർക്കും ഇനി യേശുവിനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവനെ തീർന്നെന്ന് പറഞ്ഞ് അതിര് നിശ്ചയിച്ചെടുത്ത് 23-ാമത്തെ വാക്യത്തിനകത്ത് ആ വാക്യം കൂടി ചേർത്തത് കൊണ്ട് ഇന്ന് പകരക്കാലം ഞാൻ ഒരുപാട് സ്തോത്രം ചെയ്തു. കാരണം എന്താ? യേശുവിനെ ഉയർപ്പിച്ചു, സ്വർഗത്തിൽ ഇരുത്തിയെന്ന് മാത്രം പറഞ്ഞായിരുന്നെങ്കിൽ ആ സംഭവം പൂർണ്ണമാകില്ലായിരുന്നു. യേശുവിനെ ഉയർപ്പിച്ചിട്ട് സ്വർഗത്തിൽ ഇരുത്തുക മാത്രമല്ല, പിന്നെ എന്തോ ചെയ്തു? ആ യേശുവിനെ സഭയ്ക്ക് കൊടുത്തു. അതിനർത്ഥം എന്താ? ഇനി നിന്നെ ആർക്കും കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് കയറി ഉയർപ്പിച്ചിട്ട് ആ ഉയർപ്പിച്ചവനെ സ്വർഗസ്ഥനായ ദൈവം സഭയ്ക്ക് കൊടുത്തു. സഭ എന്ന് പറഞ്ഞാൽ ആരാ? ഞാനും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകരക്കാലം ഞാൻ അറിയാതെ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു പോയി. എനിക്ക് യേശുവിനെ കിട്ടിയത് എങ്ങനെ? പരിശുദ്ധാത്മാവ് യേശുവിനെ ഉയർപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് യേശുവിനെ കിട്ടിയത്. എനിക്ക് കിട്ടാൻ കേരളത്തിലെ ഒരു എന്താ പറയാ, തകർന്ന വീടിനകത്ത് ജനിച്ചു വളർന്ന എനിക്ക് എന്റെ വീട്ടിൽ യേശുവിനെ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു.
കിട്ടില്ലായിരുന്നു. കാരണം മരണം കൊണ്ട് ഇനി ആർക്കും കിട്ടരുത് എന്ന് പറഞ്ഞ് അടച്ചതായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് അവനെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി ആർക്കും കൊടുക്കാതെ എന്റെ പൊന്നുമോനിനി ഒന്നും പറ്റരുതെന്നും പറഞ്ഞുകൊണ്ട് പൊരിഞ്ഞ് അവിടെ ഇരുത്തിയെന്നല്ല, ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ജനകോടികൾക്ക് യേശുവിനെ കിട്ടി. എങ്ങനെ കിട്ടി? ആത്മാവ് ഉയർപ്പിച്ചിട്ട് അവനെ സഭയ്ക്ക് കൊടുത്തു. ഇന്ന് പകൽക്കാലം യേശുവിനെ കിട്ടിയവരെല്ലാം സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവാത്മാവ് ഉയർപ്പിച്ച് നമുക്ക് തന്നു യേശുവിനെ. ആർക്കോ ഒരു കൂട്ടർക്കല്ല. സ്തോത്രം എനിക്കും നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ മനസ്സുള്ളവർക്ക്, വീണ്ടും ജനിക്കാൻ മനസ്സുള്ളവർക്ക്, കൃപയിൽ നിൽക്കാൻ മനസ്സുള്ളവർക്ക് അവർക്കൊരു വീട് കിട്ടുമെന്നല്ല, അവർക്കൊരു ജോലി കിട്ടുമെന്നല്ല, അവർക്ക് യേശുവിനെ കിട്ടുമെന്ന്. യേശുവിനെ കിട്ടും. ഞാൻ വാക്കൊന്നൂടെ പറയട്ടെ, കർത്താവിനെ ഇനി ആർക്കും കിട്ടരുത്. 3.5 കൊല്ലം കിട്ടിയവർക്ക് കിട്ടി, ഇനി ആർക്കും കിട്ടരുത് എന്നായിരുന്നു സാത്താന്റെ അധമമായ അജണ്ട. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അത് പൊളിച്ചു. സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോയി അപ്പന്റെ കൈ കൊണ്ട് കൊടുത്തു. ഇനി ആർക്കും കൊടുക്കരുത്. കർത്താവിനെ താഴെ കൊണ്ടുപോയി അവിടെ എല്ലാവരും അടിച്ചു തകർത്തു. ഇനി മേലെ ഭൂമിയിലേക്ക് വിട്ടേക്കരുത്, അവിടെ സൂക്ഷിച്ച് വെച്ചേക്കാൻ പറഞ്ഞു. സ്വർഗത്തിൽ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്തത്. അവിടെ ചെന്നപ്പോൾ പിതാവായ ദൈവം സഭയ്ക്ക് കൊടുത്തു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നോട് കർത്താവിനെ ചാരിക്കൊണ്ട് ഇങ്ങനെ ദൂത് പറയാം. നിനക്കൊരു കൃപയുണ്ടായിരുന്നു, നിനക്കൊരു വരമുണ്ടായിരുന്നു, ഏതൊക്കെയോ വിഷയങ്ങൾ അതെല്ലാം ഒതുക്കി. ഇനി നിന്നെ ആർക്കും കിട്ടരുത്. നിന്റെ അടുക്കിലേക്ക് ആരും വരരുത്. നിന്റെ പ്രാർത്ഥനാലയം അടഞ്ഞു പോകണം. സ്തോത്രം, നീ തുടങ്ങിയതെല്ലാം നിന്നു പോകണം. നിന്നെ ഇനി ആർക്കും കിട്ടരുത്. നിന്റെ ഫോൺ വിളിച്ചാൽ പോലും കിട്ടരുത് എന്ന് പറഞ്ഞ് നിന്നെ പുറകോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയിൽ നിന്ന് നിന്നെ ആയിരങ്ങൾക്ക് കിട്ടാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വ്യാപരിക്കാൻ തുടങ്ങട്ടെ. ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ഇന്ന് ഈ ഭാഗം വായിച്ചപ്പോൾ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവമേ സ്തോത്രം, എന്നെ ദൈവമായ കർത്താവ് വിളിച്ചത്, ശുശ്രൂഷ തന്നത് സ്തോത്രം ഹല്ലേലൂയ എൻ്റെ വീടിനകത്ത് ഒതുങ്ങി ടിവിയും കണ്ടുകൊണ്ടിരിക്കാനല്ല. സ്തോത്രം ഹല്ലേലൂയ വീടിനകത്തുകൊണ്ട് എഴുതി ചുമ്മാ പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ സ്തോത്രം അവിടെ 4 പേർക്ക് വേണ്ടി ഇരിക്കാനല്ല. അനേകർക്ക് എന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് വ്യാപരിക്കണം. ബ്രദറെ, നിന്നിൽ ആത്മാവ് വ്യാപരിച്ചാൽ ഇന്ന് എന്നെ കേൾക്കുന്നത് ശുശ്രൂഷകനോ പ്രവാചകനോ പ്രവാചകിയോ സുവിശേഷകനോ ആരുമാകട്ടെ, നിന്നെ കാത്ത് പട്ടണങ്ങൾ ഇരിക്കുക, നിന്നെ കാത്ത് കുടുംബങ്ങൾ ഇരിക്കുക. നിന്നെ ചിലർക്ക് കിട്ടാനുണ്ട്. നിന്നെ കിട്ടണമെങ്കിൽ ആദ്യത്തെ നടപടി എന്താണെന്നറിയാമോ? നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ, നിന്നെ പുറത്തേക്ക് കൊണ്ടുവരട്ടെ, നിന്നെ കിട്ടട്ടെ. ഹല്ലേലൂയ റതാന ശംദനദിയാന. അല്ലോ സ്തോത്രം, ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ട് പറയാം. അല്ലയോ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ദൂത് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അവൻ ഇന്ന് എവിടാണെങ്കിലും അവന്റെ മേൽ ദൈവാത്മാവ് വ്യാപരിക്കട്ടെ. അങ്ങനെ ദൈവാത്മാവ് വ്യാപരിച്ചാൽ അവൻ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരും. അവനെ നിനക്ക് കിട്ടും. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇനി ആർക്കും കിട്ടത്തില്ലെന്ന് പറഞ്ഞു വെച്ചിരുന്ന ചലനത്തിനെ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ആത്മാവ് ഉയർപ്പിച്ചിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ എൻ്റെ കർത്താവ് ഉയർപ്പിച്ച 2 കേസുകൾ ഞാൻ പലപ്പോഴും ഓർക്കും. ഒന്ന് നയീനിലെ വിധവയുടെ മകൻ, 2 യായിറോസിന്റെ മോള്. ഇവരെ 2 പേരെ ഉയർപ്പിച്ച സംഭവം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് മഞ്ചൽ തൊട്ട് പിടിച്ചു നിർത്തി ശവപ്പെട്ടിക്കകത്ത് നിന്ന് ആ യൗവനക്കാരനെ ഉയർപ്പിച്ച് എഴുന്നേറ്റ് നടത്തി വീട്ടിലേക്ക് വിട്ടുന്നല്ല. അവിടെ എഴുതിയിരിക്കുന്നു, അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. യായിറോസിനെ കുഞ്ഞിനെ ഉറപ്പിച്ചതിന് ശേഷം അവിടെ എഴുതിയിരിക്കുന്നു, അപ്പന് അവളെ ഏൽപ്പിച്ചു കൊടുത്തു. ആ വാക്കെന്നറിയാമോ? നിന്റെ മോളെ ഇനി ആർക്കും കിട്ടത്തില്ല, നിനക്കിനി കിട്ടത്തില്ല, നിന്റെ കൈ വിട്ടു പോയി. സ്തോത്രം, മൂക്കി പഞ്ഞി വെച്ച് ഇവരെല്ലാവരും കൂടി അല്പനേരം കൂടി കഴിയുമ്പോൾ നീ ആ കൊച്ചിൻ്റെ പുറത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞാലും കണ്ടിട്ടില്ലേ? ഞങ്ങൾക്ക് എത്രയോ വീടുകളിൽ സ്തോത്രം ഹൃദയം തകർന്ന ശവസംസ്കാര ശുശ്രൂഷകളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. സ്തോത്രം, വിവിധ പ്രായക്കാരുടെ ഇടയിലെല്ലാം മനസ്സ് തകർന്ന് കണ്ടു നിൽക്കാൻ പറ്റാത്ത വേദനയിൽ സ്തോത്രം, ചിലപ്പോൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞ് 20 തികയുന്നതിനേക്കാൾ മുമ്പ് മരിച്ചപ്പോൾ അമ്മ വിട്ടുകൊടുക്കാതെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് പെട്ടിയുടെ മുകളിലേക്ക് കമന്ന് കിടന്ന് കരഞ്ഞ ഞാനിത് പറയുമ്പോൾ അങ്ങനെയൊക്കെ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. നിങ്ങളെ വേദനിപ്പിക്കുകയും പഴയ ഓർമ്മകൾ ചകഞ്ഞിട്ട് നിങ്ങളെ ദുഃഖിപ്പിക്കുകയല്ല, ഇനി സത്യം ബോധിപ്പിക്കുക. അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞാലും കുറെ കഴിയുമ്പോഴേക്കും സ്തോത്രം അവിടുത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നയാൾ കണ്ണ് കാണിക്കും. സ്തോത്രം ഹല്ലേലൂയ. കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ണ് കാണിക്കുമ്പോൾ ചുമതലപ്പെട്ടവർ ആങ്ങളെയോ മറ്റാരെങ്കിലും വന്നിട്ട് ആ അമ്മയെ സ്തോത്രം ബലമായിട്ട് അള്ളിപ്പിടിച്ച് കിടക്കുന്നിടത്ത് നിന്ന് വലിച്ച് പുറകോട്ട് മാറ്റും. സ്തോത്രം നിർബന്ധമായിട്ടും ആ ഡെഡ് ബോഡി അടങ്ങിയ പേടകം പുറത്തേക്ക് കൊണ്ടുവരും. അതല്ലേ സംഭവിക്കാറുള്ളത്? അതുപോലെ സ്തോത്രം, ഇനി നിന്റെ കൊച്ചിനെ കിട്ടില്ല, അല്പനേരം കൂടി കഴിയുമ്പോൾ ഇവർ കൊണ്ടുപോകും, മണ്ണിൽ മറവ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന് ഇനി കിട്ടത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തെ എൻ്റെ യേശു തിരിച്ചു പിടിച്ചിട്ട് അപ്പന് കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നിന്റെ കൊച്ചിനെ നിനക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് മഞ്ചൽ തൊട്ട് പിടിച്ചു നിർത്തി അമ്മയ്ക്ക് കൊടുത്തെന്ന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, അതിര് നിശ്ചയിച്ച് ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ അതിര് പൊളിക്കാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ കർത്താവ് സർവശക്തൻ ഇന്ന് പകലിൽ കേൾക്കുന്ന ജനത്തിനു വേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വെറുതെ ഒരു പ്രസംഗം കേട്ട് നിങ്ങൾ ഈ ദിവസത്തിന്റെ ഉച്ചവരെ ആക്കരുത് കേട്ടോ. ഇത് സംഭവിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആ വാക്ക് സ്തോത്രം, ഉയർപ്പിച്ച് സഭയ്ക്ക് ഇനി ആർക്കും കിട്ടില്ല എന്ന് വിചാരിച്ച വിഷയം നിന്നെ ആർക്കും കിട്ടില്ല. എൻ്റെ ബുദ്ധിയെ ബാധിച്ചു. ചെറിയ കാര്യങ്ങൾ സംഭവിച്ചാൽ മതി. നിനക്ക് അസാധാരണ കഴിവുണ്ടായിരുന്നു, പണ്ടത്തെ പോലെ ഒന്നും പറ്റില്ല. പ്രായമായതുകൊണ്ടല്ല, എന്തോ നേരിട്ടു. അതുകൊണ്ട് ഡിപ്രഷനിൽ ആദ്യം കർത്തദാസന്മാരോട് പ്രാർത്ഥിച്ചപ്പോൾ വിജയകുമാർ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയാം. അതേ പ്രാർത്ഥനാ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ അതൊക്കെ 2 പണിയാന്ന് ഓർത്ത് ഇട്ടിട്ട് പോകുകയാണ്. ഇതിനകത്ത് എല്ലാ ശുശ്രൂഷയിലും സഹകരിക്കണം. അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടോ, ഡിപ്രഷൻ എന്ന വാക്ക്
പണ്ടൊക്കെ അപരിചിതമായിരുന്നു. ഇന്ന് മിക്കവാറും എല്ലായിടത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ട്. എന്നാ അതിനുള്ള മരുന്നിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കുന്നു. മനസ്സ് തകർന്ന് ഇനി നിന്റെ കൊച്ചിനെ കിട്ടില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് തിരിച്ചു പിടിച്ച് നിനക്ക് തരാൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽക്കാലം അടുത്ത് നിൽക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പണി പിടിച്ചു പറിച്ച്, പിശാചിൻ്റെയും ഭൂതത്തിൻ്റെയും ദുരാത്മാവിൻ്റെയും പണിയാണ് ഓമനിച്ച് വളർത്തുന്ന മക്കളെ പിടിച്ചു പറിച്ച് അപ്പൻ്റെ അടുക്കൽ നിന്ന്, അമ്മയുടെ അടുക്കൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് അകറ്റി ഒരു ഒറ്റപ്പെടുത്തി അവനെ ദുരാത്മാവിനെ അടിമപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളത് സാത്താൻ്റെ പണിയാണ്. പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുടെയും പരിപാടി അവനെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചു പറിച്ച് അപ്പന് തിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ പണി. ഇന്ന് പകൽക്കാലം നിന്റെ ബന്ധങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അത് ദുരാത്മാവാണ്. ഞാൻ ആത്മാവിൽ പറയാം, ഏത് അമ്മയാണെങ്കിലും ഏത് അമ്മായി അമ്മയാണെങ്കിലും പിള്ളേരെ കല്യാണം കഴിച്ചിട്ട് അവർ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ തമ്മിൽ അകറ്റാൻ അവരുടെ ഇടയിൽ പർവ്വതം പോലെ നിൽക്കുന്നെങ്കിൽ ഏത് അമ്മയാണെങ്കിലും ഭൂതമാണ്. കാരണം ദുരാത്മാവാണ് ബന്ധങ്ങളെ അകറ്റത്തുള്ളൂ. സ്തോത്രം. അതും ഇതും പറഞ്ഞ് സ്നേഹം തണുപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ പരിപാടി നിനക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരിക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. നിന്റെ അവകാശത്തെ, നിന്റെ ജോലിയെ, സ്തോത്രം, നിനക്ക് കിട്ടേണ്ട, നിനക്ക് അവകാശമായി കിട്ടേണ്ട നിന്റെ വീതം, നിനക്ക് എന്താണ് കിട്ടേണ്ടത്, അത് ചിലരെ പിടിച്ചു വെച്ചിരിക്കുക. സ്തോത്രം, കുരുക്കിയിട്ടിരിക്കുക. അത് ഇടപെട്ട് അതിനകത്ത് കയറി, കല്ലറയ്ക്കകത്ത് കയറി, കല്ലിനകത്ത് കയറി, മുദ്രയ്ക്കകത്ത് കയറി, ഈ ചുറ്റിക്കെട്ടിയ ശീലയ്ക്കകത്ത് കയറി നിന്നെ പുറത്തിറക്കി നിന്നെ ചിലർക്ക് കൊടുക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തി ലോകത്തിൽ ഒരു മതത്തിന്റെ കയ്യിലുമില്ല, ഒരു സമുദായത്തിന്റെ കയ്യിലുമില്ല. അത് വ്യാപരിക്കുന്ന സ്ഥലം ദൈവസഭയാണ്. അത് വ്യാപരിക്കാൻ തുടങ്ങിയാൽ അതിരുകൾക്കപ്പുറത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. പരിശുദ്ധാത്മാവ് അത് തന്നെ ചെയ്തു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിട്ട് പോയത്, ഈ ശക്തി ധരിക്കുവോളം നിങ്ങൾ ഈ നഗരം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ആരോടും മിണ്ടാതെ, ആരുമായിട്ട് ബന്ധമില്ലാതെ ഒരു മുറിക്കകത്ത് അടച്ചിരുന്നോളണം. സ്തോത്രം എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ നാട് വിട്ട് വലിയ കാട്ടിൽ പോയി, മരച്ചോട്ടിൽ പോയി, ആരോടും ബന്ധമില്ലാതെ കാട്ടേലയും പറിച്ച് കാട്ടരുവിയിൽ വെള്ളം കുടിച്ചിരുന്ന് അവിടെ ഇരുന്ന് നിങ്ങൾ തീർന്നോളണം എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ അതിരുകൾ പൊളിയും. നിങ്ങൾ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നു, യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം. അതിനർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് ഒരുത്തനെ ഉള്ളിലേക്ക് വലിക്കുകയല്ല, പുറത്തേക്ക് ഇറക്കുക. അതുകൊണ്ട് ഇന്ന് വ്യാപരിക്കുന്ന വ്യാപാര ശക്തി മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ച് അകത്തൊതുക്കിയ, ചില അപമാനങ്ങളും ചീത്തപ്പേരുകളും വരുത്തിയിട്ട് അധികം ആളുകളെ കാണാതെ അകത്തൊതുങ്ങിയ ചിലരോട് പറയുന്നു, നിനക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുണ്ടെന്ന്. രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടെന്ന് നീ പോയി പറഞ്ഞു കൊടുക്കുക. വഴി ഇതാണ്, എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കാം. യേശുവിനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് ചിലർക്ക് വിട്ടുകൊടുക്കുക. കൊടുക്കാൻ വേണ്ടി വ്യാപരിച്ച അതേ ആത്മാവ് എൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്ന് ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാമെങ്കിൽ എന്നെ ഞാൻ ഉയർപ്പിച്ച്, സ്തോത്രം, നിന്നെ വേണ്ടെന്ന് പറഞ്ഞ്, നിന്നെ കയറ്റെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ നിന്റെ ജീവിത പങ്കാളിക്ക് ഞാൻ നിന്നെ തിരിച്ചു കൊടുക്കാം. പക്ഷെ നീ മര്യാദക്കാരനായി ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കണം. നീ കർത്താവിനെ വിശ്വസിക്കണം. നീ നിന്റെ വഴികൾ, ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. നീ ദൈവത്തിന്റെ കൂടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നീ ഒരു വക്കീലിനെ കാണണ്ട, നീ ഒരു ഫോൺ കോൾ പോലും ചെയ്യണ്ട. നീ അതിന് ഇന്ന് എഗ്രി ചെയ്യാമെങ്കിൽ, ആരോട്? ദൈവത്തോട് അതിന് ഉടമ്പടി ചെയ്യാമെങ്കിൽ, ഞാൻ നിന്നെ ഉയർപ്പിച്ച് മാന്യനാക്കി, നിന്നെ മനുഷ്യനാക്കി, നിന്നെ വേണ്ടെന്ന് പറഞ്ഞവർക്ക് ഞാൻ നിന്നെ തിരിച്ചു കൊടുക്കാം. വേണോ? പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, വേണോ? നീ ഒരു ഊടുവഴിയും തപ്പണ്ട, നീ ഒരു കുറുക്ക് വഴി നോക്കണ്ട, നീ ഒരു ബുദ്ധിമാന്റെ വീട്ടിന്റെ പടിക്ക് പോയി കൊച്ചുവെളുപ്പം കാലത്ത് കാവൽ കിടക്കണ്ട, എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കണ്ട. ദൈവാത്മാവിനെ കൂട്ടുകിട്ടിയ സ്വർഗസ്ഥനായ ദൈവം നിന്നെ ഇന്ന് പകൽക്കാലം ഈ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ദൈവം പറയുന്നു, സ്വർഗം നിന്നെ വേണ്ടെന്ന് പറഞ്ഞവർക്ക് കൊടുക്കാൻ പോകുകയാ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഈ ജനുവരി മാസം കഴിയുന്നതിനേക്കാൾ മുമ്പ് അതിന് ലക്ഷണങ്ങൾ കാണായി വരും. നീ ഇരിക്കുന്ന സ്ഥലത്ത് നീ സന്ദേശം തീരാൻ നോക്കി ഇരിക്കണ്ട. ഇരിക്കുന്ന കസേരയെന്ന് വേണമെങ്കിൽ നിന്റെ വീട്ടിലാണെങ്കിൽ ആ സെറ്റിൽ നിന്ന് താഴെ ഇറങ്ങി ദൈവത്തിന്റെ പാരപിടത്തിൽ നെടുമ്പാട് വീണിട്ട് പറഞ്ഞു, ഞാൻ ഒതുങ്ങുകയാണ്, ഞാൻ താഴുകയാണ്, എൻ്റെ ഭാഗത്ത് വന്ന എല്ലാ കുറവുകളും ഞാൻ സമ്മതിക്കുകയാണ്. എനിക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ മടുത്തു, എനിക്ക് മരിക്കാൻ പറ്റില്ലപ്പാ. എന്നെ വേണ്ടെന്ന് പറഞ്ഞ, എന്നെക്കെതിരെ മറകെട്ടിയ, എൻ്റെ കുഞ്ഞുങ്ങളെ പോലും കാണിക്കാതെ തടഞ്ഞു വെച്ചവരുടെ നടുവിലേക്ക് എന്നെ അവർക്ക് വേണമെന്ന് തിരിച്ചു പറയിപ്പിക്കുന്ന ഒരു ആത്മവ്യാപനം ഉണ്ടെങ്കിൽ, ഇങ്ങേര് പറയുന്നത്, ഈ ടി വിയിൽ നിന്ന് പറയുന്ന ഇങ്ങേര് പറയുന്നത് സത്യമാണെങ്കിൽ, ആ ദൈവാത്മാവേ എന്റെ മേൽ ആവഹിക്കണമേ, എന്നെ നോക്കി ഊതണമേ, എന്റെ വീട്ടിലേക്ക് വരണമേ, ഞാൻ മരിച്ചവനെ പോലായിരിക്കുന്നു, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ, എന്റെ ലംഘനങ്ങളെ ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ പൊറുക്കണമേ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീഴ. വേണ്ടെന്ന് പറഞ്ഞവരെ കൊണ്ട് വിളിപ്പിക്കാൻ അതിനുള്ളൊരു ഏജൻസി ഒന്നും ഇവിടെയില്ല, പവർവിഷന പണിയില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ക്രമീകരിക്കപ്പെട്ട് സമർപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് വിളിപ്പിച്ചോളും. സ്തോത്രം, ഹല്ലേലൂയ. തിരിച്ചു കൊടുക്കും ദൈവാത്മാവ്. യേശുവിനെ
ഇനി ആർക്കും കിട്ടിയല്ല. ഇനി ഇവനെ വെച്ച് ആരും സ്തോത്രം ജീവിക്കണ്ട. ഇവനെ ഞങ്ങൾ തീർത്തു, ഇവനെ ഞങ്ങൾ പൊതിഞ്ഞു കെട്ടി, ഇവനെ ഞങ്ങൾ സീല് വെച്ചു, ഇവനെ ഞങ്ങൾ കല്ല് വെച്ച് അടച്ചു എന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവാത്മാവ് കയറി എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ദൈവമക്കളെ, നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? ഇന്ന് പകൽക്കാലം അതേ ആത്മാവ്, വീര്യം കെടാത്ത, ശക്തി കുറയാത്ത, പ്രായം കയറാത്ത, അതേ ആത്മാവ് തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന് ധന്യനായ പൗലോസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് അയച്ചു തരികയാ. പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിക്കും. ഞാൻ ഒന്നോടെ എൻ്റെ ഹൃദയം അങ്ങ് തുറന്ന് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഒന്നോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഇനി ആവർത്തിക്കത്തില്ല കാര്യം. ഇന്നത്തെ മെസ്സേജിനകത്ത് എന്താണെന്ന് പറയാം. സ്തോത്രം. നിന്നെ ആർക്കും കിട്ടത്തില്ല, നിന്നെ ആർക്കും ഇനി വിട്ടുകൊടുക്കത്തില്ല. നിന്നെ ഞാൻ പൊതിഞ്ഞു കെട്ടും, നിന്നെ ഞാൻ ഒതുക്കും, നിന്നെ ഞാൻ അകത്തിടും, ഇവിടെ എവിടെയെങ്കിലും ഒതുക്കുമെന്ന് പറഞ്ഞിടത്ത്. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തേ സ്തോത്രം. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്ഥാനം പോലും മാറും. ഈ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം കേട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിനകത്ത് ആശ്ചര്യജനകമായിരിക്കുന്ന ചോദ്യം ദൂതൻ ചോദിക്കുന്നുണ്ട്. 24-ന്റെ 5 ഞാനത് വായിക്കാം. 24-ന്റെ 5. ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ആ ചോദ്യം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നാ. അങ്ങനെ ഒരു പദ്ധതി നടന്നാൽ പിന്നെ അവിടെ നിന്ന് ദൂതന്മാരാ അവരുടെ മുമ്പിൽ പോയി സ്തോത്രം ചഞ്ചലിച്ച് 4-ാം വാക്യം അവർ അതിനെ ശിഷ്യന്മാര് സുഗന്ധദ്രവ്യം ഒരുക്കി കല്ലറ കാണാൻ വേണ്ടി രാവിലെ ചെന്ന ആളുകൾ ഒരു ചഞ്ചലിച്ച് സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ. മുഖം കുനിച്ച് നിൽക്കുമ്പോൾ. ആ വാക്ക് നിങ്ങൾ കേട്ടെ. മുഖം കുനിച്ച് നിൽക്കുമ്പോൾ. ഞാൻ ആ രംഗമൊക്കെ പലപ്പോഴും മനസ്സിൽ കാണും. ഇവിടെ അക്ഷരികമായിട്ട് അരിമനാഥൻ, പ്രാണ സ്നേഹിതൻ, കല്ലറയ്ക്കകത്തില്ലാത്തത് കൊണ്ട് കാണാമെന്നവർ മുഖം കുനിച്ച് നിൽക്കുക. തല ഉയർത്താൻ പറ്റുന്നില്ല. തല ഉയർത്താൻ പറ്റുന്നില്ല. ഇതുപോലത്തെ രംഗങ്ങൾ ഒരുപക്ഷെ കല്ലറവാദികളൊന്നും ആയിരിക്കുകയല്ല. സ്തോത്രം. ചില പ്രത്യേക രംഗങ്ങളിൽ തല കുനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു. സ്തോത്രം. മലയാളി ചോദിക്കുന്ന പോലെ ചത്തപിള്ളയുടെ ജാതകം വായിക്കുന്ന എന്തിനാന്നല്ല ചോദിച്ചത്. ചോദ്യം കേട്ടോ. സ്തോത്രം. ചോദ്യം ഇതാണ്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? സ്തോത്രം. അതിനർത്ഥം ഇന്ന് വെളുപ്പിന് നിങ്ങൾ അന്വേഷിച്ച് വന്നത് ശവക്കോട്ടയിലാണ്. പക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും അവനെ ശവക്കോട്ടയിൽ അന്വേഷിക്കേണ്ടി വരികയില്ല. സ്തോത്രം. ശവക്കോട്ടയിൽ അന്വേഷിക്കേണ്ടി വരികയില്ല. കൊണ്ട് എഴുതിയത് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കേണ്ടത് എന്ത്? സ്തോത്രം. ഞാൻ നിങ്ങളോട് ആ ഭാഗം പറയുമ്പോൾ അസാധാരണ ഞാൻ 5 കാര്യങ്ങൾ പറയാനാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രകാശനങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ സെമിത്തേരിയിൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം ആ ഒരു നിലവാരത്തിൽ കിടന്ന് അവിടെ നിന്ന് ഇനി നിനക്ക് അവിടെ അന്വേഷിക്കേണ്ടി വരികയില്ല. സ്തോത്രം. മാനസിക രോഗത്തിനൊക്കെ പ്രയാസം ഉണ്ടായ കേരളത്തിലെ പ്രസിദ്ധമായ ചില സ്ഥലങ്ങളുണ്ട്. എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെയൊക്കെ ചിലപ്പോൾ 6 മാസമൊക്കെ കൊണ്ടിടുന്നത്. ബന്ധങ്ങളുള്ളതിൻ്റെ പേരിൽ ആൾക്കാർ പറയില്ലേ, എൻ്റെ കൊച്ചിനൊരു പ്രയാസം വന്നപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് പോലും ഇല്ലല്ലോ എന്ന് പറയുന്നൊരു വാക്കാണ്. അപ്പോൾ ചിലപ്പോൾ സമയമില്ലെങ്കിൽ അന്വേഷിച്ച് പോകും. എവിടെ അന്വേഷിച്ച് പോകുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ ഈ മെൻ്റൽ ഡിപ്രഷനുള്ള ആളുകളെ കൊണ്ടിടുന്ന ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തായിരിക്കും. അവിടെ ആയിരിക്കും അന്വേഷിച്ച് പോയത്. അങ്ങനെ ഒത്തിരി പേർ, ബന്ധുക്കൾ, സ്നേഹിതർ നിന്റെ കൊച്ചിനെ അന്വേഷിച്ച് അവിടെ ചെന്നിട്ടുണ്ടാകും. ഈ വാക്യത്തിൽ കൈവച്ച് പറയാമോ, ഇനി ആയുസിൽ എൻ്റെ കൊച്ചിനെ അന്വേഷിച്ച് അവിടെ പോകേണ്ടി ആർക്കും വരികയില്ല. സ്തോത്രം. വരികയില്ല. അതുകൊണ്ട് ദൂതൻ പറഞ്ഞു, ഇനി നീ അവനെ അന്വേഷിച്ച് ഇവിടെ വരരുത്. പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ഇനി അവനെ അന്വേഷിച്ച് ഇവിടെ വരരുത്. യേശുവിന്റെ നാമത്തിൽ അത് എല്ലാവരോടും ഉള്ള ഒരു വാണിംഗ് ആയിരുന്നു. എന്തിനാണ് ജീവനുള്ളവരെ തിരക്കി ഇവിടെ വരുന്നത്? പകൽക്കാലം ഞാൻ ആത്മാവിൽ നിങ്ങൾ ചിലരോട് പറയാം. സ്തോത്രം. സ്തോത്രം. 10,000 പേരിൽ ഒരാൾക്കാർക്ക് ഈ ദൂത് ഫലിക്കുന്നത്. എങ്കിലും അവരും കൂടി നമ്മുടെ കൂടെ രക്ഷപ്പെട്ടോട്ടെ. അവർക്ക് വേണ്ടി പറയാം, നിന്റെ ഭർത്താവിനെ തിരക്കി സ്തോത്രം മുണ്ടും കഴുകി അല്ലെങ്കിൽ ആഹാരം തിരക്കി നീ പോയിക്കൊണ്ടിരുന്നത് ഇതുപോലത്തെ ഏതോ ജയിലിന്റെ വാതിലിലേക്കോ ഏതോ സ്തോത്ര ഹല്ലേലൂയ മാനസിക രോഗ ആശുപത്രിയിലേക്കോ അവിടേക്ക് ആയിരിക്കും പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ആത്മാവിൽ പറയാം, നീ കർത്താവിനെയും പരിശുദ്ധാത്മാവിനെയും കൂട്ടുപിടിക്കുന്നെങ്കിൽ ഇനി നിനക്ക് വണ്ടിക്കൂലി മുടക്കി ഓട്ടോ വിളിച്ച് അവിടെ അന്വേഷിക്കേണ്ടി വരില്ല. യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് പൊക്കിയെടുത്ത് സ്വർഗസ്ഥനായ ദൈവം സ്തോത്രം മാനിക്കപ്പെട്ട സ്ഥലത്തിരുത്തി അവനെ നമുക്ക് തരുന്ന ദൈവമാണ്. ആണ്ടിലൊരിക്കൽ എല്ലാവരും കൂടി അവിടെ പോയി അന്വേഷിക്കുന്ന വിചാരിച്ച പിശാച് ഏത്? യേശുവിനെ. സ്തോത്രം. പക്ഷേ എൻ്റെ കർത്താവ് അത് അനുവദിച്ചില്ല.
സ്തോത്രം, ഹല്ലേലൂയ. പലസ്തീനിലെ അരിമത്തിയേറെ യോസേപ്പിന്റെ കല്ലറ ഇന്ന് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തെരഞ്ഞെടുത്ത് കാശുണ്ടാക്കാൻ വേണ്ടി ആ രാജ്യക്കാർ ഇവിടെ നിന്ന് എല്ലാം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, ഞാൻ വിമർശിക്കാൻ ആളല്ല. പക്ഷെ ഞാൻ എൻ്റെ ദൂതി ഞാൻ പറയാം. സ്തോത്രം, പിശാചും കൂട്ടരും വിചാരിച്ചത് ഇവൻ ഈ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിക്കിടന്നോളൂ, ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് വന്നാലും സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ മെഴുകുതിരിയും വഴിപാടുമായിട്ട് ഈ തലയ്ക്കൽ വന്നോളുമെന്നാണ് വിചാരിച്ചത്. അത് മനസ്സിലിരുന്നാൽ മതിയുടെ പിശാചെ, യേശുവിന്റെ നാമത്തിൽ പറയാ. സ്തോത്രം, 2-3 ദിവസക്കാലം അവിടെ വരേണ്ടി വന്നു. ഞാൻ ആ ഭാഗത്തെ ഒരു ദൂതന്റെ ശാസന പോലെയാണ് മനസ്സിലാക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുന്നത് പോലെ നാളെ മുതൽ മോനി ഇവിടെ വരണ്ടാട്ടോ എന്നല്ല പറഞ്ഞത്, ഒരു കർശന സ്വരത്തിലാണ് പറഞ്ഞത്. ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അതിനർത്ഥം എന്താ? ഇനി ഒറ്റെണ്ണ അവനെ തിരക്കി ഈ കല്ലറവാതിക്കലേക്ക്, ശവക്കോട്ടയിലേക്ക് വരരുത്. അവനെ പരിശുദ്ധാത്മാവ് ഇവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവനെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തി, ഉയർത്തേണ്ടവണ്ണം ഉയർത്തി. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, നിന്നെ ദുഷ്ടശക്തികൾ കൊണ്ട് ഇട്ട സ്ഥലത്ത് നിന്ന് ഉയർപ്പിച്ചു കൊണ്ടുവന്ന് മാനിച്ചിരുത്തേണ്ട സ്ഥലത്തേക്ക് ഇരുത്താൻ കരുത്തുള്ള ദൈവത്തിന്റെ ആത്മാവിനെ സഭയ്ക്ക് ദൈവം ദാനം തന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവിനെ എവിടെ പോയാൽ കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് മണ്ണെണ്ണ മേടിക്കാൻ കന്നാസ് കൊണ്ട് നടക്കുന്ന പോലെ കുപ്പിയും കൊണ്ട് നടന്നാലും കിട്ടില്ല മാമേ. അതിനിത് വ്യാപരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് വരണം. പരിശുദ്ധാത്മ വ്യാപനം നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ജീവിതം നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മ വ്യാപാരം ഉണ്ടാകും. അവിടെ ആത്മാവ് ഉയർപ്പിക്കും. ഹല്ലേലൂയ, ഉയർപ്പിക്കും, ഉയർപ്പിക്കും, ഉയർപ്പിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തെ, ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ അമ്മമാർ നിരാശയോടൊക്കെ വന്നു നിന്നിട്ട്, സ്തോത്രം, ഞങ്ങളുടെ കൊച്ചു വീടിനകത്ത്, വാടക വീടിനകത്ത് ഈ കൊച്ചു പഠിത്തം കഴിഞ്ഞിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ എവിടെന്നോ ദൈവാത്മാവിന്റെ പ്രേരണയിൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വിട്ടപ്പോഴൊക്കെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടു. പലരും ഫലിച്ചു, പലരും അത് കേട്ടിട്ടുണ്ട്. അതിന് പറയുന്ന ഒരു വാക്ക് ഞാൻ സാധാരണ പറയാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പീലിപ്പോസിനെ കുറിച്ച്, സുവിശേഷകനായിരിക്കുന്ന പീലിപ്പോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 40-ാമത്തെ വേണ്ട സ്തോത്രം 39-40 കൂടി ഞാൻ വായിക്കാം. 39-40 കൂടി വായിക്കാം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്നെ വഴിക്ക് പോയി. പീലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയിലെത്തി. ഇന്നത്തെ എത്ര വലിയ കാര്യം ആയിരിക്കും ഞാൻ പറയാം. സ്തോത്രം, കേട്ടോ. ഫിലിപ്പോസിനോട് കുറച്ചു നേരം മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. ആ വാക്യം സ്തോത്രം 26-ാം വാക്യത്തിലാണ്, 8-26. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിലേക്ക് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ദൈവാത്മാവ് ഈ ഫിലിപ്പോസിനോട് പറഞ്ഞു, നിർജ്ജനം എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത, വിജനമായ, ആളുകളെ കാണാനില്ലാത്ത ആ വഴിയിലേക്ക് പൊക്കോളാൻ ദൈവാത്മാവ് പറഞ്ഞു. ഒറ്റപ്പെട്ടു. അങ്ങനെ വിജനമായ സ്ഥലത്തൂടെ ഫിലിപ്പോസ് നടന്നു. ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഷണ്ണനെ സ്നാനപ്പെടുത്താനായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാനിന്ന് പ്രസംഗിക്കുന്നത്, പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ തുടങ്ങിയാൽ പരിമിതികൾ പൊളിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്നാണ്. ദൈവം പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞു. ഫിലിപ്പോസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞു. അതുവരെ നിർജ്ജന പ്രദേശത്ത്, ആരുമില്ലാത്ത, ഒന്ന് അലറിക്കരഞ്ഞാൽ പോലും ആരും വരാനില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്തൂടെ ദൈവാത്മാവ് കൊണ്ടുപോയി. പക്ഷെ ദൈവം ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ 39-ാം വാക്യം രംഗത്ത് വന്ന് 39-ാം വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, ഇങ്ങനെ എന്താ പറയാ, ഷണ്ണനെ സ്നാനപ്പെടുത്തി അങ്ങേരുടെ വഴിക്ക് വിട്ടിട്ട് ആകപ്പാടെ തളഞ്ഞ ഫിലിപ്പോസ് ഒരു മരച്ചോട്ട് നിൽക്കുമ്പോൾ, സ്തോത്രം, ഒരു ഓട്ടോ വന്ന് നിർത്തി അവനെ കൊണ്ട് പോയി നല്ല എഴുതിയിരിക്കുന്നത്. 39-ാം വാക്യം പറയുന്നു, ഷണ്ണൻ പോകേണ്ടെന്ന വഴി പോയി കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലത്തൂടെ ഒരുപാട് നടന്ന ഈ ദൈവദാസനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അടുത്തത് എഴുതിയിരിക്കുന്നു, പിന്നെ അവനെ കണ്ടത് അസ്തോദിൽ കണ്ടു. അവിടെ കൊണ്ട് നിന്നില്ല. അവൻ പട്ടണങ്ങളിൽ സന്ദർശിച്ചു, കൈസരിയിലെത്തി. അതിനർത്ഥം എന്താ? നിന്റെ വിജനമായ, ആരുമില്ലാത്ത, ഒറ്റപ്പെട്ട, ആരോടും മിണ്ടാനില്ലാത്ത, ഏകാന്തത അനുഭവിക്കുന്ന ആ സ്ഥിതിക്ക് ഭേദം വരുത്തിയത് ഷണ്ണനല്ല. സ്തോത്രം, പിന്നെ ആരാ? ഇറങ്ങി വന്ന ദൈവാത്മാവാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയാം, നീ കുറച്ചു നാളായി ഒറ്റപ്പെട്ട്, നിന്റെ സന്തതി ഒറ്റപ്പെട്ട് വിജനമായ പാതയിലൂടെ തനിച്ച് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു. സ്വർഗം പറയുന്നു, ആത്മാവ് ഇറങ്ങി വന്നിടത്തല്ല നിന്റെ സ്ഥിതി മാറ്റിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഫിലിപ്പോസിനോട് നിങ്ങൾ തിരുവെഴുത്തിലൂടെ ചോദിക്കാനുള്ള കരുത്തും കഴിവുമുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. സ്തോത്രം, ഒറ്റപ്പെട്ട് എത്ര നാൾ നടന്നു? മണിക്കൂറുകൾ നടന്നു, ആരുമില്ല, ഏകാന്തതയാണ് ചുറ്റുപടിക്കുന്ന ആ നാട്ടിലെ. സ്തോത്രം, മണൽ പാകിയ മണ്ണിലൂടെ ഒരുത്തൻ രഥത്തിൽ വരുന്നതും കാത്ത് ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഒറ്റപ്പെട്ട് നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ദൈവാത്മാവ് എന്നെ വഴിയിലിട്ടിട്ട് പോകാതെ എന്നിൽ വ്യാപരിച്ച ദൈവാത്മാവ് എന്നെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്നല്ല, പിന്നെ അവനെ ആരും കണ്ടില്ലെന്നല്ല, അസ്തോദിൽ പലരും കണ്ടു, തീർന്നില്ല, അവനെ പട്ടണങ്ങളിൽ പലരും കണ്ടു. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് പറയാ, നിന്റെ നിരാശ കൊണ്ട്, നിന്റെ ഭാരം കൊണ്ട് നീ ഒറ്റപ്പെട്ട് നിൽക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ആത്മാവ് നിന്നെ എടുത്തോണ്ട് പോകാൻ തുടങ്ങിയാൽ, നിന്റെ ഏകാന്തത മാറും, നിന്റെ വിജനത മാറും, നീ ദൈവത്തിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടും, നിന്നെ പട്ടണങ്ങളിൽ പ്രയോജനപ്പെടുത്തു. ഞാൻ നിന്നെ നോക്കി കരമുയർത്തി അനുഗ്രഹിച്ചിട്ട് പറയുക, ലോകത്തിലെ നമ്പർ 1 പട്ടണങ്ങളിൽ നിന്നെ കാണട്ടെ മോനെ, നിന്നെ ശുശ്രൂഷ കാണട്ടെ, നിന്നെ ഉപയോഗിക്കുന്നത് കാണട്ടെ. ഒരു ഇടുങ്ങിയ ഗ്രാമത്തിൽ
ഗ്രാമത്തിൽ മൊബൈലിന് റേഞ്ച് പോലും ഇല്ലാത്ത ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ ഹല്ലേലൂയ, അവിടെ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ നിന്റെ സ്ഥിതി മാറ്റി ആത്മാവ് ഇറങ്ങിയിട്ട് നിന്നെ പട്ടണങ്ങളിൽ, ഒരു പട്ടണത്തിലല്ല പട്ടണങ്ങളിൽ നിന്നെ കാണത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ആത്മാ വ്യാപനം. കർത്താവിന്റെ ആത്മാവിനോട് സഹകരിപ്പാൻ ഇന്ന് പകലിൽ എത്ര പേർക്ക് മനസ്സുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ 2024 23 അനേക ഉപവാസ പ്രാർത്ഥനകൾക്കപ്പുറം പുതിയ സംവത്സരത്തിനകത്ത് അതീവ പ്രതീക്ഷയോടെ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്വർഗത്തിലെ ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്ന ദൂത് കേട്ടോ. നിന്നെ ഇനി ദൈവാത്മാവ് പറയും, വേണ്ട വേണ്ട, ഇനി ആ പഴയ സ്ഥലത്ത് അവനെ അന്വേഷിക്കേണ്ട. അവന്റെ അഡ്രസ് മാറുകയാണ്, ആ അഡ്രസ് മാറുകയാണ്. മരിച്ചവരുടെ ഇടയിലായിരുന്നു നിന്റെ പിൻകോഡ്, അവിടെ ആയിരുന്നു നിന്റെ അഡ്രസ്, പോസ്റ്റ് കോഡ് അവിടെ ആയിരുന്നു. പക്ഷെ ദൂതൻ പറഞ്ഞു, ഇനി ഇവിടെ വരണ്ട, ഇനി അവൻ ഇവിടെ ഇല്ല, അവനെ ഇവിടെ നിന്ന് മാറ്റി ദൈവാത്മാവ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗം വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അഡ്രസ് മാറ്റും. യേശുവിന്റെ നാമത്തിൽ അവനെ ഇനി ഇവിടെ ഇല്ല. യേശുവിന്റെ നാമത്തിൽ നീ കടന്ന പഴയ ഇടുങ്ങിയ സ്ഥലം, ആരുടെ നിന്ന് വായ്പ മേടിച്ച ആ പഴയ യോസേപ്പിന്റെ കല്ലറ, യേശുവിന്റെ നാമത്തിൽ അതിനകത്ത് നിന്ന് നിന്നെ മാറ്റി പാർപ്പിക്കാൻ ആര് തീരുമാനിച്ചു? പവർ വിഷനിലെ ശുശ്രൂഷകരല്ല, നിന്റെ വീട്ടിൽ മാസത്തിലൊന്ന് വന്ന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഉപദേശിമാരല്ല. നീ വിശ്വസിക്കുന്നെങ്കിൽ, നീ യേശുവിന് കീഴ്പ്പെടുന്നെങ്കിൽ, പാപം വേണ്ട, എനിക്ക് ദൈവ കൃപ മതി, ലോകം വേണ്ട, എനിക്ക് കർത്താവിനെ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കീഴ്പ്പെടുന്നെങ്കിൽ നിന്നിൽ വ്യാപരിക്കാൻ സ്വർഗം അനുവദിച്ച ദൈവശക്തി, ആ ദൈവശക്തി നിന്റെ വാസസ്ഥലം മാറ്റും, നിന്റെ അഡ്രസ് മാറ്റും. ഹല്ലേലൂയ. കുറെ നാളായി നീ 4, 3, 7 പേരുടെ ഇടയിലൂടെ നിനക്കതിനേക്കാളപ്പുറം ഒരു കപ്പാസിറ്റി ഇല്ല. നേതാക്കന്മാരൊക്കെ തീരുമാനിക്കും അവനെ കൊണ്ട് അത്രയും വലിയൊരു കൂട്ടായ്മ നടത്താനുള്ള കഴിവില്ലാത്തത് കൊണ്ട് സ്വത്രം പറ്റിയല്ല. പക്ഷെ ആത്മാവ് വ്യാപരിച്ചാൽ ആളുകൾക്ക് നിന്നെ ആവശ്യമാവും. പരിശുദ്ധാത്മാവ് നിശ്ചയിച്ചു, വിജനമായ ഏതോ ഒരൊറ്റയടി പാതയിലൂടെ തന്നെയും പിന്നെയും നടക്കുന്ന ഒരു പാവപ്പെട്ട ഉപദേശിയെ സ്വത്രം ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തെ ആളുകൾ കണ്ടിട്ടുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനതിനെ ചില ഭാവനാത്മകമായി ചേർത്ത് പറയാട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, സാധാരണ സഞ്ചിയും തൂക്കി ഇതിലെ പോകാനുള്ള ഒരു പാവപ്പെട്ട ഉപദേശി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ കുറച്ച് നാട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചായക്കടയിൽ ചത്തു പോയി കാണും സ്വപ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം. ഇല്ലില്ല, ഞാൻ നിങ്ങളോട് പറയാം, ചത്തതുമല്ല, ഒതുങ്ങിയതുമല്ല, വീണതുമല്ല. പിന്നെ എന്താ പറ്റി? അവനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയി. അവന്റെ അഡ്രസ്സ് മാറി. ഇന്നവൻ എവിടാണ്? ഇന്നവൻ പട്ടണങ്ങളിലെ മിനിസ്റ്റർ ചെയ്യുന്നവനാണ്. അന്ത്യോക്യ എന്നറിയപ്പെടുന്ന, ഇന്നും അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട പട്ടണത്തിൽ കർത്താവിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ സകല സുവിശേഷകന്മാരും സകല ദൈവദാസന്മാരും ഒതുങ്ങിക്കൂടി 2 കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ചില്ലറയ്ക്ക് വേണ്ടി വേദപുസ്തകം എടുത്തവരല്ല നിങ്ങളെങ്കിൽ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളെ പട്ടണങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനാരും നിങ്ങളെ ക്ഷണിക്കാൻ വരില്ല. ആത്മാവ് നിങ്ങളെ എടുത്തോണ്ട് പോയിട്ട് നിന്റെ വിജനതയുടെ അതിര് പൊളിച്ച്, നിന്റെ ഏകാന്തതയുടെ അതിര് പൊളിച്ച് സ്വർഗം നിന്നെ അതിരിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ദൈവാത്മാവിനെ അയച്ചിട്ടുണ്ട്. അതിന് വിധേയപ്പെട്ട് നിൽക്കാൻ തയ്യാറാകുന്നവരാരാണോ അവരുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ഉപവാസ പ്രാർത്ഥനയിൽ ഞാനത് പ്രതീക്ഷിക്കുന്നു. കേൾക്കുന്ന ദൈവമക്കൾ വിശ്വസിച്ചുകൊണ്ട് പറ, സ്തോത്രം, ഹല്ലേലൂയ. ഏകാഗ്രതയിൽ വചനം കേൾക്കുന്നവരോട് പറയാം, സ്തോത്രം, ഇവിടെ അത് സംഭവിക്കും. ദൂതനെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ പറയും, അവരിപ്പോൾ ഇവിടെ അല്ല, അവർ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അവരിവിടെ അല്ല. ഞാൻ എന്നിലേക്കും എൻ്റെ ജീവിതത്തിലേക്കൊക്കെ ഇങ്ങനെയുള്ള ദൂതുകളുടെ പ്രകാശത്തിലേക്കും നോക്കിപ്പോകും. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ഇന്നലകളെ അറിയാവുന്നവർക്കറിയാം. സ്തോത്രം. പക്ഷെ ദൈവത്തിന്റെ മഹാദയ കൊണ്ട് വ്യാപരിച്ച ദൈവാത്മാവിന്റെ ശക്തി കൊണ്ട് ഞാൻ ഈ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഒരിക്കലും രക്ഷപ്പെടാതെ കിടന്ന നരകക്കുഴിക്കകത്ത് പലരും അന്വേഷിച്ച് വന്നിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ദൈവാത്മാവ് ഇന്ന് അവിടെ ചെന്ന് നോക്കിയാൽ അവരാരും കാണില്ല. സ്തോത്രം. കൈമലത്തി കാണിച്ചിട്ട് ആളുകൾ പറയില്ല, ആർക്കറിയാം, അറിയില്ല, ചത്തുന്ന തോന്നുന്നെന്ന് പറയില്ല. സ്തോത്രം. ദൈവാത്മാവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിന്നെ ഒതുക്കത്തില്ല. സ്വർഗസ്ഥനായ ദൈവം പട്ടണങ്ങളിൽ നിന്നെ അനേകരുടെ കൺമുമ്പിൽ ഉപയോഗിക്കും. ഫിലിപ്പോസിനെ സ്തോത്രം ഷണ്ണനല്ല, വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് ചെന്നിട്ട് വിളിക്കുക, ഞാൻ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അയാളേക്കടെ പണിക്ക് പോയി. അവരെ നമ്പരുത്, അവരെ ആശ്രയിക്കരുത്. നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുന്നിടത്ത് കൊണ്ടുപോയിക്കോളൂ. വേറെ ആരെയും ആശ്രയിക്കരുത്. ദൈവാത്മാവ് ഇടപെട്ടിടത്തെല്ലാം സ്തോത്രം പരിധികൾ പൊളിഞ്ഞിട്ടുണ്ട്. 2-3 ഞാൻ വേഗത്തിൽ പറയാം. സ്തോത്രം, വേഗത്തിൽ പറയാം. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ 1-2 വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം കേട്ടോ. 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരിക. 13-ാം അധ്യായം. സ്തോത്രം. 13-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി. ദൈവാത്മാവ് ഇടപെടുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ സെറ്റപ്പിനെ ദൈവാത്മാവ് പൊളിച്ചു കളയും. അടുത്തൊരു തലം വെളിപ്പെടുത്തും. അതിനാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏത് അതിരാണെങ്കിലും അതിനപ്പുറത്തേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകും. ഇവിടെ അന്ത്യോക്യയിലെ ഉപവാസത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ബർന്നബാസിനെയും
ശൗൽ എന്ന പൗലോസിനെയും കൂടി കണ്ടിരുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. 4-ാം വാക്യം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. അങ്ങനെ പോയി സെർഗ്യോസ് പൗലോസ് എന്നറിയപ്പെടുന്ന ഒരു സ്തോത്രം വലിയ ജന്മി, ഒരു ദേശാധിപതി എന്ന് എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിന് അടുക്ക ചെല്ലുകയാണ്. 8-ാമത്തെ വാക്യത്തിൽ ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം. അവരോട് എതിർത്ത് നിന്നു, ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി. 9-ാം വാക്യമാണേ, അവനെ ഉറ്റുനോക്കി. അവിടെ മുതൽ സംഭവം മാറുകയാണ്. ഇവിടെ എല്ലാം ചെയ്യുന്നത് പൗലോസോ ഫിലിപ്പോസോ ഒക്കെ ആണെങ്കിലും പുറകിൽ പ്രവർത്തിക്കുന്ന സംവിധായകൻ പരിശുദ്ധാത്മാവാണ്. എന്താണ് അവിടുത്തെ സംഭവം എന്ന് ഞാൻ പറയാം. അതിനകത്തു നിന്നുള്ള ദൂതും പരിശുദ്ധാത്മാവും നമുക്ക് തരട്ടെ. ഇതാണ് അവിടുത്തെ സംഭവം. ഇവർ രണ്ടുപേരും കൂടി ഒരു സാധാരണ സുവിശേഷകരെ പോലെ സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ അടുക്ക് പോയി യേശുവിനെ കുറിച്ച് പറയുകയാണ്. ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ്, സ്തോത്രം, ബർന്നബാസിനെയും ശൗലിനെയും വരുത്തിയതാണ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അയാൾ ആഗ്രഹിച്ചു ഈ വചനം ഒന്ന് കേൾക്കണം. അങ്ങനെ എഴുതിയിട്ടുണ്ട് 7-ാം വാക്യത്തിൽ. ആഗ്രഹിച്ചു വീട്ടിൽ വിളിച്ചു വരുത്തി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദേശാധിപതിയായ സെർഗ്യോസ് പൗലോസ്. എന്തിനാ വചനം കേൾക്കാൻ ആഗ്രഹിച്ചത്? പണ്ടൊക്കെ രാജസദസ്സിൽ ഓട്ടം തുള്ളല് അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടായിരുന്നു, ചുമ്മാ സ്തോത്രം രാജാക്കന്മാർക്ക് ആനന്ദിക്കാൻ. എന്നതുപോലെ സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന ദേശാധിപതി ഒരു കോമഡി ഷോ നടത്തുന്നത് പോലെ, ഉത്സവത്തിനും മറ്റു ചില കാര്യങ്ങൾക്കെല്ലാം പെരുന്നാളുകൾക്കെല്ലാം നടത്തുന്നത് പോലെ പൗലോസിനെയും ബർന്നബാസിനെയും വരുത്തിയിട്ട് 7-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ശൗലിനെയും വരുത്തിയിട്ട് വചനം കേൾപ്പാൻ ആഗ്രഹിച്ചെന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് ഊഹിക്കാമോ എന്തിനാണ് ഒരു മനുഷ്യൻ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തിനാണ് വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഗൗരവമേറിയൊരു കാര്യമാണ്. നിങ്ങളുടെ ഉത്തരം കണ്ടെത്തണം. നമ്മുടെ ടെൻഷൻ മാറാനാണോ, പിരിമുറുക്കം മാറാനാണോ? അത് എങ്ങനെ ഒരുപാട് തരം പ്രസംഗം ഉണ്ടല്ലോ. കുറച്ചേരം കേട്ടപ്പോൾ ചിരിച്ചാൽ നമ്മുടെ അങ്ങോട്ട് അങ്ങ് ശ്രോത്രം എല്ലാം മറന്ന് കുറച്ചേരം ചിരിച്ചിട്ട് എഴുന്നേറ്റ് പോകാനാണോ? എന്തിനാ വാസ്തവത്തിൽ വചനം കേൾക്കാൻ ആഗ്രഹിച്ചത് ഈ മനുഷ്യൻ? നമ്മളതറിയാതെ വെറുതെ അതിന് ശ്രമിക്കരുത്. നിശ്ചയമായും ഒരു മനുഷ്യൻ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇങ്ങനെ ആഗ്രഹിച്ച പലരുമുണ്ട്. പൗലോസിനെ വിസ്തരിക്കുന്ന വേളയിൽ അഗ്രിപ്പ രാജാവ് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? സ്തോത്രം, അഗ്രിപ്പ രാജാവ് ഫെസ്തോസ് എന്ന ഗവർണർ അഗ്രിപ്പാനോട് പറഞ്ഞു, പൗലോസ് എന്നൊരു കുറ്റവാളി ഇവിടെ വിചാരണ കാത്തു കിടക്കുന്നുണ്ട്. യഹൂദന്മാർ ഭയങ്കര സമ്മർദ്ദമാണ്, എനിക്ക് അവരുടെ നിയമപരമായിരിക്കുന്ന കാര്യങ്ങൾ അറിയില്ല, മതപരമായ ഒരു വിഷയം അറിയില്ല, അങ്ങനെ സഹായിക്കണം. അപ്പോൾ അയ്യോ പൗലോസ് ഭയങ്കര പ്രസംഗിയാണെന്ന് കേട്ടിട്ടുണ്ട്, എനിക്ക് അവൻ്റെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ആ സാറിനോട് ചോദിക്കുന്നു, സാറേ എന്തിനാ അങ്ങ് പ്രസംഗം കേൾക്കുന്നേ? പൗലോസിനെ വരുത്തി പ്രസംഗം കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് അഗ്രിപ്പ പറയുന്നു. ഇവിടെ പറയുന്നു, ദേശാധിപതി പറയുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പ്രസംഗം. ഞാൻ ഇവരോടൊക്കെ ചോദിക്കുക, എന്തിനാ പ്രസംഗം? ഈ കൺവെൻഷൻ സീസണാണല്ലോ. സ്തോത്രം, മഞ്ഞും മഴ നോക്കാതെ പോയി മേക്കട്ടി ഇല്ലാത്ത ഗ്രൗണ്ടിൽ പോയി പ്ലാസ്റ്റിക് കസേര ഇരുന്നുകൊണ്ട് വചനം കേൾക്കാൻ എന്തിനാ പോകുന്നത്? ആ ഉദ്ദേശം ശുദ്ധമായെങ്കിലേ പോയതുകൊണ്ട് ഗുണമുള്ളൂ. ദൈവത്തിന്റെ വചനം കേൾക്കാൻ മനസ്സോടെ ആഗ്രഹിച്ചാൽ നേരാൻ ചൊവ്വയാണ്. ഇതൊരു കോമഡിയല്ല, ഇതൊരു അറിവിനല്ല. വചനം കേൾക്കാൻ ആഗ്രഹിച്ചവരെല്ലാം ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഇടപെടുമെന്നുള്ള വിശ്വാസത്തോടെയാണ് വചനം കേൾക്കുന്നതെങ്കിൽ അതിന് ദൈവമായ കർത്താവ് ഇടപെടാതിരിക്കുക. എന്തുവാട്ടെ, ഇങ്ങനെ വചനം കേൾക്കാൻ ആഗ്രഹിച്ചവരെ വിളിച്ചു വരുത്തി. പക്ഷെ അവിടെ വചനം പറയാൻ തുടങ്ങി. സീനിയർ ബർന്നബാസാണ്, ശൗല് തുടക്കക്കാരനാണ്, അദ്ദേഹം പറയാൻ തുടങ്ങി. പക്ഷെ എത്ര പറഞ്ഞിട്ടും ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഭാവന കൂടി, ഞാനൊരു സുവിശേഷകൻ കൂടിയാണല്ലോ, എത്രയോ വീടുകളിൽ പോയി പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ രാത്രി 1:30 വരെയും ഈ TV-യിലെ പരിപാടി കണ്ടുകൊണ്ടിരുന്നാലും ഉറക്കം വരാത്ത അമ്മച്ചി ഞങ്ങളൊക്കെ സുവിശേഷം പറയാൻ വേണ്ടി ചെന്ന് ആദ്യത്തെ കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും കൺമുമ്പിൽ ഇരുന്നുകൊണ്ട് ഉറങ്ങുന്ന കണ്ടിട്ടു. സ്തോത്രം. അപ്പോൾ അവിടെ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. ഇതൊക്കെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സഭകൾക്കകത്ത് എത്രയോ പേരെ കണ്ടിട്ടുണ്ട്, അത്രയും നേരം ഉത്തരത്തേക്ക് ഊഞ്ഞാലാടി ആരാധിച്ചവർ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ ഉറങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം. വചനം കേൾക്കാൻ സമ്മതിക്കാത്തൊരു വ്യാപാര ശക്തിയുണ്ട്. ഇയാളെ വചനം കേൾക്കാൻ ആഗ്രഹിച്ചു, കാര്യങ്ങൾ ക്രമീകൃതമായി. വചനപ്രഭാഷകർ വീട്ടിൽ വന്നു, വേദി ഒരുങ്ങി, സംഭവമൊക്കെ ക്രമീകൃതമായി. ഇതുപോലത്തെ മൈക്കും സംഭവമൊന്നുമില്ല, എങ്കിലും വചനം പറയാൻ തുടങ്ങുകയാണ്. പറയാൻ തുടങ്ങുമ്പോൾ സെർഗ്യോസ് പൗലോസിന് ഉറക്കമൊന്നും വരുന്നില്ല. പക്ഷെ അവിടെ സ്തോത്രം മറ്റൊരുത്തനുണ്ട്, എലീമാസ്. ആ മനുഷ്യനിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തി ഈ വീടിനകത്തെ വിശ്വാസത്തെ തടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സെർഗ്യോസ് പൗലോസിനകത്തേക്ക് വിശ്വാസം, യേശു ദൈവമാണ്, കർത്താവ് ക്രൂശിൽ മരിച്ചത് മാനവന്റെ പാപപരിഹാരത്തിലാണെന്നൊക്കെ ബർന്നബാസ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് കണ്ണ് തെളിയുന്നുണ്ട്, അകത്തേക്ക് വിശ്വാസം വരുന്നുണ്ട്. ക്രിസ്തുയേശുവിൽ കൂടെ അല്ലാതെ ഒരു മനുഷ്യനും ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. മതങ്ങളും മാർഗങ്ങളും എല്ലാം ദൈവം സ്തോത്രം അവസാനിപ്പിച്ചു. പഴയ പൗരോഹിത്യമൊക്കെ ദൈവം ക്യാൻസൽ ചെയ്തു. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ദൈവസഭ ഇനാഗ്രേറ്റ് ചെയ്തു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യം ബോധ്യപ്പെട്ട് ഇങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുന്നുണ്ട്. വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴേക്കും എലീമാസിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തി ആ വീടിന്റെ പടിവാതിൽ കയറി സെർഗ്യോസ് പൗലോസ് എന്ന ഗ്രഹനാഥന്റെ ദേശാധിപതിയുടെ ഉള്ളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന വിശ്വാസത്തെ, ആത്മീകതയെ തടുത്തോണ്ടിരിക്കുക. ഇതിങ്ങനെ കുറെ നേരമായിട്ട് നടക്കുക.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വരുന്ന പരിശുദ്ധാത്മാവ്. എങ്ങോട്ടാ വന്നത്? ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ് ഉടനെ. സ്തോത്രം. ഉടനെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. സ്തോത്രം. അവിടെ ചിലരുടെ ഘനീഭവിച്ച വാക്ക് എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിലായി എന്നല്ല, പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ആത്മപൂർണ്ണനായതോടുകൂടെ എലീമാസിന്റെ അടവുകൾ അവസാനിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു. വിസ്മയിച്ചു എന്ന് പറഞ്ഞ് കുത്തിട്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഭാഗം പ്രസംഗിക്കാൻ എടുക്കില്ലായിരുന്നു. കാരണം സുവിശേഷം പ്രസംഗിക്കുന്നത് ആളുകളെ വിസ്മയിപ്പിക്കാനല്ല, ആളുകളെ വിശ്വസിപ്പിക്കാനാണ്. സ്തോത്രം. പ്രസംഗമൊക്കെ കേട്ടിട്ട് ഭാഷയും പ്രാസവും കേട്ടിട്ട് വിസ്മയിച്ചിട്ട് ഒരു ഫോട്ടോയും കൂടെ വന്നെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരു ഗുണവുമില്ല സഹോദരങ്ങളെ. സുവിശേഷം കേട്ട് വിശ്വസിച്ചാൽ രക്ഷപ്പെടാം. അവിടെ 2 പദമുണ്ട്. വിസ്മയിച്ചു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് കുത്തിട്ടില്ല, അയാൾ വിസ്മയിച്ചു, പക്ഷേ വിശ്വസിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വീട്ടിൽ ദൈവാത്മാവ് വ്യാപരിച്ചാൽ, ഞാൻ സത്യത്തിൽ ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ ആത്മനിയോഗമുള്ളൊരു ദൈവദാസൻ, ചിലർ പറയാറില്ലേ, അമ്മച്ചിയുടെ കാലം മുതൽ ഈ ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാറുള്ളതാണ്. എന്നോട് പറഞ്ഞ ഒരുപാട് പേരെ അറിയാം. അല്ല, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പല കർത്തൃദാസന്മാരും വചനമൊക്കെ നന്നായി വെളിപ്പാട് പുസ്തകമൊക്കെ പഠിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പോലും മറന്നു പോകത്തിൽ പഠിപ്പിക്കുന്ന കർത്തൃദാസന്മാർ ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാണ്. ചില ആളുകൾ വീട്ടിൽ സുവിശേഷം പറയാൻ ചെന്നപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായി വരുമായിരുന്നു ഇന്ന ദൈവദാസൻ, പേരും പ്രസക്തിയുള്ള ആളാണ്, ഇവിടെ വന്ന് വെളിപ്പാട് പുസ്തകം ഇന്ന ഭാഗങ്ങൾ ഇതെല്ലാം ഇവിടെ നിന്ന് പഠിപ്പിച്ചതാണ്. ഞാൻ ചോദിക്കുന്നു, ഇത്രയും നാളും കൃപയുള്ള ദൈവദാസന്മാർ വീട്ടിൽ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടും നിന്റെ അച്ചായൻ്റെ കുടി നിന്നില്ല, നിന്റെ ചെറുക്കൻ്റെ സ്തോത്രം എന്താ പറയുക ദുർമാർഗം വിട്ടുതിരിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഈ സെർഗ്യോസ് പൗലോസിന്റെ വീട്ടിൽ വ്യാപരിച്ച എന്തോ പ്രശ്നം നിന്റെ വീട്ടിലും വ്യാപരിക്കുന്നില്ലേ? ഉപദേശി വരാത്തതുകൊണ്ടല്ലോ, മാസത്തിൽ ഒരു ദിവസം വീട്ടിൽ യോഗം നടത്താത്തതുകൊണ്ടല്ലോ, ഇതൊക്കെ നടക്കുന്നില്ലേ? ഇതൊക്കെ നടന്നിട്ടും എന്തേ വിശ്വാസമകത്തേക്ക് കയറാത്തത്? എന്തേ രൂപാന്തരം സംഭവിക്കാത്തത്? എന്തേ സ്വത്രം മാറ്റമുളവാക്കാത്തത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും കാതും ഹൃദയവും തുറന്ന് വിശ്വസിക്കാമോ, കേൾക്കാമോ? എൻ്റെ വീട്ടിലേക്ക് ദൈവദാസന്മാരുടെ കയ്യിൽ കൊടുത്തുവിടുന്ന സ്വർഗീയ സന്ദേശത്തെ ആളുകളുടെ അകത്ത് കയറാതെ തടയുന്ന എന്തോ വ്യാപാരം ഇതിനകത്തുണ്ട്. അതിനെ തകർക്കാൻ വേണ്ടി ഇനി തിയോളജിയിൽ അഗ്രകണ്ണിനെ വിസ കൊടുത്തിറക്കിയാൽ ഒക്കെയല്ല. അതിനൊരു വഴിയുള്ളൂ, നിന്റെ വീടിനകത്ത് പരിശുദ്ധാത്മ വ്യാപാരം ഉണ്ടാകണം. പൗലോസ് അവിടെ എഴുന്നേറ്റത് കൊണ്ടല്ല, പൗലോസിൽ വ്യാപരിച്ച ദൈവാത്മശക്തി, ആത്മപൂർണ്ണതയുടെ വ്യാപാരം പെട്ടെന്ന് അവിടെ വ്യാപരിക്കുന്ന നിമിഷത്തിൽ ആരാണോ തടയുന്നവന്റെ അകത്ത് വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവിനെ നോക്കിയിട്ട് പറഞ്ഞു, സകല കപടവും ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ അവസാനിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചൊരു ശാസനയിൽ, സ്തോത്രം, ഓമ വെട്ടിയിടുന്നത് പോലെ ഈ എലീമാസ് എന്ന വിദ്വാൻ അവിടെ താഴെ വീണു. അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആ വെടവിലൂടെ ദൈവാത്മ വിശ്വാസം കയറ്റിവിട്ടു. സെർഗ്യോസ് പൗലോസ് വിസ്മയിച്ച് വിശ്വസിച്ചു. സ്തോത്രം. പിന്നീടുള്ള സംഭവങ്ങൾ എനിക്കറിയില്ല, ചരിത്രം അത് പറയുന്നില്ല. എന്താണെങ്കിലും വിശ്വസിപ്പിക്കത്തില്ലെന്ന് വാദിച്ചു നിന്ന അന്ധകാര ശക്തിയെ തട്ടിയിട്ടിട്ട് വിശ്വസിക്കേണ്ടവനെ വിശ്വസിപ്പിച്ചത് പൗലോസ് എന്ന ദീർഘദർശിയല്ല, അവനിൽ വ്യാപരിച്ച ആത്മപൂർണതയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാത്തൊരു ചെറുക്കനുണ്ടോ? ഇപ്പം അവൻ PhD പഠിക്കുകയെന്നാണ് തോന്നുന്നത്. പഠിച്ചങ്ങ് മിടുക്കനായിട്ട് ഇപ്പം അവന് ദൈവമില്ല, അമ്മച്ച് പ്രാർത്ഥിച്ച് വിട്ടതൊക്കെ അവൻ മറന്നു. സ്തോത്രം. ഉപദേശിമാരുടെ മക്കൾ പോലും കാണും, പിടിയിരിച്ചോറുണ്ട് വളർന്നിട്ട് നാണോ ഇല്ലാടാ ദൈവമില്ലെന്ന് പറയാൻ. സ്തോത്രം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് വളർന്ന വീട്ടിൽ വന്ന് കയറിയിട്ട് ആ നിലവാരത്തിൽ വളർന്നിട്ട് നീ ഇട്ട വസ്ത്രവും നീ കഴിച്ച ആഹാരവും എല്ലാം പാവപ്പെട്ട ദൈവമക്കളെ കണ്ണുനീരിന്റെ വിലയായിട്ട് ഇപ്പോൾ നിനക്ക് ഡിഗ്രി കിട്ടിയപ്പോൾ യേശുവിനെ സംശയം, യേശു ദൈവമാണെന്ന് സംശയം. സ്തോത്രം. എന്നെ കൊണ്ട് തിന്ന ചോറ് ഛർദ്ദിപ്പിക്കേണ്ടതാണ്, പക്ഷെ ദൈവം അത് ചെയ്യിപ്പിക്കുന്നില്ല. ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി നീ സൂക്ഷിച്ചു, അതാണ് ദൈവത്തിന് പറയാനുള്ളൂ. പക്ഷെ വിശ്വസിക്കാത്ത ചിലരെ വിശ്വസിപ്പിക്കാതിരിക്കാൻ, നിന്റെ വീടിനകത്ത് തന്നെ സത്യം വെളിപ്പെടാതിരിക്കാൻ, നിന്റെ വീടിനകത്ത് ദൈവപ്രവൃത്തി നടക്കാതിരിക്കാൻ, പ്രാർത്ഥനകൾ ഫലിക്കാതിരിക്കാൻ, കണ്ണുനീരിന് ഗുണമില്ലെന്ന് വരുത്തി തീർക്കാൻ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നൊരു കഥയില്ല, ഇത്രയും പ്രാർത്ഥിച്ചിട്ടെന്താ നടക്കാത്തെന്ന് ചോദിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ദുഷ്ടശക്തി ആരിൽ വ്യാപരിക്കുന്നു, ആ വ്യാപാര ശക്തിയെ ഇന്ന് പകൽക്കാലം തട്ടിക്കളഞ്ഞിട്ട് വിശ്വസിക്കേണ്ടവനെ വിശ്വസിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അത് നമ്മളിൽ ആരിലെങ്കിലും കയറി ആത്മപൂർണ്ണതയിലേക്ക് കയറിയാൽ ആ വ്യാപരിക്കുന്ന ശക്തി ചിലരെ ഇന്ന് പകൽക്കാലം തടയുന്ന വമ്പൻ ശക്തികളെ തകർത്തിട്ട് വിശ്വസിക്കേണ്ടവനെ വിശ്വസിപ്പിക്കും. ഇനി ഞാൻ തെളിവ് തരണോ? 5 എണ്ണം കൊണ്ട് വന്നേ ദൈവമക്കളെ, പക്ഷേ 2 എണ്ണത്തിൽ ഞാൻ നിർത്താം, ഇവിടെ അവസാനിപ്പിക്കാം. പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞിടത്തോളം കാര്യം മനസ്സിലായി കാണുമല്ലോ. നമ്മളെ കൊണ്ടൊന്നും ഒരുത്തിൻ്റെ തലച്ചോറ് മാറ്റിവെക്കാനൊന്നും പറ്റിയല്ല. പക്ഷെ ദൈവാത്മാവ് ഇടപെട്ടാൽ ഏത് ഉന്നതനും വിശ്വസിക്കും. നിങ്ങളുടെ വീട്ടിൽ ചിലർ വിശ്വസിക്കട്ടെ,
നിങ്ങളുടെ അഡ്രസ്സ്, ഞാൻ എത്രയോ ദൂതുകൾ പറഞ്ഞു, നിങ്ങൾ കേട്ട് മറന്നോന്നറിയില്ല. ഒരു പേന കൊണ്ടൊക്കെയാണ് ഇരുന്നതെങ്കിൽ എഴുതി വെച്ചോന്നറിയില്ല. ദൂതൻ പറഞ്ഞ വാക്ക് ഞാൻ ഒന്നോടെ നിങ്ങളെ ഓർപ്പിക്കാം. പഴയ കിടന്ന സ്ഥലത്ത്, പഴയ പോസ്റ്റ് കോഡിൽ, പഴയ അഡ്രസ്സിൽ നിന്നെ ഇനി അന്വേഷിക്കേണ്ടി വരില്ല. പരിശുദ്ധാത്മാവ് ഇടപെട്ട് നിന്നെ മറ്റൊരു സ്ഥാനത്തേക്ക് ഉയർത്തും. സ്തോത്രം. അന്ന് നാട്ടുകാർ പറയും, അവരിപ്പോൾ ഇവിടെയില്ല, അവരൊക്കെ രക്ഷപ്പെട്ടില്ലേ, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ മാനിക്കപ്പെട്ടില്ലേ. അത് ശരിയാണ്. ശീലയെ പൊലിഞ്ഞു കെട്ടി സ്തോത്രം അടിച്ചു തകർത്ത് എല്ലാവരും കൂടി ഇവിടെ ഒളിപ്പിച്ചു വെച്ച, ഒതുക്കി വെച്ച അവന്റെ കാര്യമല്ല പറയുന്നത്. അവനെയൊക്കെ ദൈവം രക്ഷിച്ചു കൊണ്ടുപോയി എന്ന് ആരാന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറയിപ്പിക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന ഒരു ആത്മവ്യാപാരം. അത് ലോകത്തിൽ ഒരിടത്തും കിട്ടില്ല, 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 കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ കർത്താവിന്റെ തിരുസഭയ്ക്കാണ് അത് ലഭിച്ചിരിക്കുന്നത്. ആ സഭയിലൂടെ വ്യാപരിക്കുന്ന ദൈവാത്മശക്തി, അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആത്മവ്യാപാരം, ആ വ്യാപാര ശക്തിക്ക് വിധേയപ്പെട്ടാൽ, ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച് അനുഗ്രഹീതനായ ദൈവദാസൻ വിജയകുമാർ പാസ്റ്റർ, ഉജ്ജ്വലമായ ഒരു അധ്യക്ഷനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഈ പകൽ യോഗത്തിന് സമാപനം കുറിക്കാൻ സമയമായി. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറയാം, ആത്മാവ് വ്യാപരിക്കട്ടെ. 2025 വേറെ എന്തിനേക്കാൾ, നിങ്ങളുടെ വീട്ടിൽ ബുദ്ധിയേക്കാൾ, ശക്തിയേക്കാൾ, പണത്തിനേക്കാൾ, ഇനി 365 ദിവസത്തിൽ ആഴ്ചയിൽ 52 ദിവസം വീട്ടിൽ നടക്കുന്ന യോഗങ്ങളേക്കാൾ ആത്മാവ് വ്യാപരിക്കട്ടെ എന്ന്. പരിശുദ്ധാത്മ വ്യാപനം ഉണ്ടായാൽ പീലിപ്പോസിന്റെ കാര്യം മറക്കരുതേ. നിർജ്ജന പ്രദേശത്ത് 4-3-7 ആളുകൾക്ക് വേണ്ടി നീ ഓട്ടം തുടങ്ങിയിട്ട് കുറെ നാളായി. ആത്മാവിനനുസരിച്ച് നിന്നെ പട്ടണങ്ങളിൽ ഉപയോഗിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവം അത് ചെയ്തോളും. പക്ഷെ ആത്മാവിന് വിധേയപ്പെടണം. പരിശുദ്ധാത്മാവിന് വേണ്ടി തന്നെ നിങ്ങൾ സമർപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ കർത്തദാസൻ പറഞ്ഞ് എന്റെ കൺക്ലൂഷനിലേക്ക് എത്തിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തി 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 നിങ്ങളുടെ മക്കളെ ഒരു അന്തസ്സിന്റെ, അഭിമാനത്തിന്റെ പുൽപ്പിറ്റിലേക്ക് നയിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചോടെ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും